പ്രിയപ്പെട്ടവരെ, വിക്ടർ ഹ്യൂഗോവിൻ്റെ പാവങ്ങളെന്ന നോവലിനെ കുറിച്ച് ഒരു പ്രശസ്തമായ ചൊല്ലുണ്ട്. ആ ചൊല്ല് ഇങ്ങനെയാണ്: ലോകം രണ്ടായിരിക്കുന്നു, പാവങ്ങൾ വായിച്ചവരും പാവങ്ങൾ വായിക്കാത്തവരും. അതുപോലെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചൊല്ലുകൂടിയുണ്ട്: ലോക ചരിത്രം രണ്ടായി തിരിഞ്ഞിരിക്കുന്നു, പാവങ്ങളെന്ന നോവൽ എഴുതുന്നതിന് മുമ്പുള്ള കാലവും പാവങ്ങളെന്ന നോവൽ എഴുതിയതിന് ശേഷമുള്ള കാലവും. അതിനുശേഷം ഇപ്പോൾ ലോകചരിത്രം രണ്ടായി മാറിയിരിക്കുന്നത് കോവിഡിന് മുമ്പുള്ള കാലവും കോവിഡിന് ശേഷമുള്ള കാലവും എന്ന രീതിയിലാണ്. കോവിഡിന് മുമ്പുള്ള കാലത്തുള്ള മനുഷ്യരല്ല കോവിഡിന് ശേഷമുള്ള കാലത്തുള്ള മനുഷ്യർ. കോവിഡിന് മുമ്പിലുള്ള കുട്ടികളല്ല കോവിഡിന് ശേഷമുള്ള കുട്ടികൾ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പാരൻറ്റിങ് എന്ന് പറയുന്നത് പുതിയ കാലഘട്ടത്തിലെ കുട്ടികൾ, കോവിഡിന് ശേഷമുള്ള കുട്ടികൾ, അവർ ഹൈടെക്കായി, അവർ ഡിജിറ്റലായ കുട്ടികൾ, അവരെ മാനേജ് ചെയ്യുന്നത്, അവരെ സമീപിക്കുന്നത് പുതിയ വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി നേരിടാൻ എന്തുണ്ട് മാർഗം? മാർഗം മറ്റൊന്നുമില്ല, പഠിക്കാൻ തുടങ്ങുക എന്നതാണ്. ആര്? കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങലല്ല, നമ്മൾ പഠിക്കാൻ തുടങ്ങുക. ആര്? രക്ഷിതാക്കൾ. പഠിക്കാൻ ആരംഭിക്കുക. പുതിയ കാലഘട്ടത്തെപ്പറ്റി, പുതിയ ലോകത്തെപ്പറ്റി, പുതിയ പ്രവണതകളെപ്പറ്റി, കുട്ടികളുടെ മനഃശാസ്ത്രത്തെക്കുറിച്ച്, കോവിഡാനന്തര കാലഘട്ടത്തിലെ കുട്ടികളുടെ പുതിയ വികാരങ്ങളെക്കുറിച്ച്, അവരുടെ വിഹ്വലതകളെക്കുറിച്ച് നിങ്ങൾ പാഠപുസ്തകത്തിൽ മാത്രം പോരാ, പുസ്തകങ്ങളിൽ മാത്രം പോരാ, നിങ്ങളുടെ കുട്ടിയെ നന്നായി നിരീക്ഷിച്ചു പഠിക്കേണ്ടിയിരിക്കുന്നു. നന്നായി പഠിക്കുക, മക്കളെ പഠിക്കുക. ഒരു ടീച്ചർക്ക് ഒരു ക്ലാസ്സിൽ 50 കുട്ടികൾ ഇരിക്കുമ്പോൾ 50 കുട്ടികളെയും പേഴ്സണലായി പഠിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അവർ മൊത്തത്തിലാണ് പഠിക്കുക. ഓരോ കുട്ടിയെയും പേഴ്സണലായി പഠിച്ചു കഴിയുമ്പോഴേക്കും ഒരു കൊല്ലം കഴിഞ്ഞു പോകും. എന്നാൽ രക്ഷിതാക്കൾക്ക് നിങ്ങൾക്ക് പഠിക്കാമല്ലോ, നിങ്ങളുടെ കുട്ടി ആരാണ്, നിങ്ങളുടെ കുട്ടി എന്താണ്, അവൻ്റെ സ്വപ്നങ്ങളുടെ ആഴം എന്താണ്, അവൻ്റെ പ്രതീക്ഷകളുടെ ആകാശം എന്താണ്, അവൻ്റെ ദൈന്യതകളുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് നന്നായി പഠിക്കുക. ഞാനിപ്പോൾ രാവിലെ വരുമ്പോൾ ഇവിടുത്തെ PTA എക്സിക്യൂട്ടീവ് മെമ്പർ അസ്രഫക്കയുടെ വീട്ടിൽ എനിക്ക് നല്ല ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി. ഞാൻ അവിടുന്ന് സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു, നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. ആര്? ഇപ്പോൾ രക്ഷിതാക്കളായിരിക്കുന്നവർ. നമുക്ക് പോയ കാലഘട്ടത്തിൻ്റെ മൂല്യമുള്ള ആ ഒരു സംസ്കാരം നമുക്ക് ലഭിച്ചിരുന്നു. അയൽപ്പക്ക ബന്ധങ്ങൾ, സ്നേഹബന്ധങ്ങൾ. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ അത്ഭുതത്തോടു കൂടിയാണ് ഒരു TV കണ്ടത്. ഞാൻ നിർമ്മലഗിരി കോളേജിൽ പഠിക്കുമ്പോൾ ശില്പ എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന കടയിൽ ഒരു TV വിൽക്കാൻ കൊണ്ടുപോയി വെച്ചതാണ് ഞാൻ ആദ്യമായിട്ട് കണ്ട TV. ഞങ്ങൾ പോയിട്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്തു തരുമോ എന്ന് ചോദിച്ചൊരു എനിക്ക് ഓർമ്മയുണ്ട്. ഇതൊന്ന് ഒന്ന് ചലിക്കുന്നത് കാണിച്ചു തരുമോ? അതൊന്നും പറ്റില്ല എന്ന മട്ടിൽ ഞങ്ങളെ മടക്കി അയച്ച് നിരാശരായി ഞങ്ങൾ തിരിച്ചു പോന്നു. ആ വസ്തുവിനെ അത്ഭുതത്തോടെ നമ്മൾ കണ്ടു. നമ്മൾ മൊബൈൽ ഫോണിനെ അത്ഭുതത്തോടെ കണ്ടു. പുതിയ കാലഘട്ടത്തിൻ്റെ ടെക്നോളജിയുടെ ഗുണഭോക്താവാകാനും നമുക്ക് പറ്റി. പഴയ കാലഘട്ടത്തിൻ്റെ മൂല്യങ്ങൾ ഏറ്റുവാങ്ങാനും നമുക്ക് പറ്റി. നമ്മൾ ഭാഗ്യവാന്മാരാണ്. പക്ഷെ പുതിയ കുട്ടികൾക്ക്, അവർക്ക് TV എന്ന് പറയുന്ന ഒരു അത്ഭുത വസ്തുവല്ല. അതൊരു സ്വാഭാവികമായി നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന തെങ്ങ് പോലെ, മാവ് പോലെ, വീട്ടിലെ അടുക്കള പാത്രങ്ങൾ പോലെ അവർ ജനിക്കുമ്പോഴേ കാണുന്ന വസ്തുവാണ്. അവർക്ക് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഒരു ഷർട്ട് ധരിക്കുന്നത് പോലെ, ഒരു പാൻറ് ധരിക്കുന്നത് പോലെ ശരീരത്തിൻ്റെ ഭാഗമാണ് അവർക്കൊരു മൊബൈൽ ഫോൺ. അവർക്ക് പുതിയ കാലഘട്ടത്തിലെ കാറ്, പുതിയ കാലഘട്ടത്തിലെ AC, പുതിയ കാലഘട്ടത്തിലെ എല്ലാ സൗകര്യങ്ങളും അവർക്ക് സ്വാഭാവികമായി ജനിച്ചപ്പോൾ കണ്ടതും കിട്ടിയതുമാണ്. അവരവിടെ നിന്നാണ് ബിൽഡ് ചെയ്യുന്നത്. അങ്ങനെ ബിൽഡ് ചെയ്യുമ്പോൾ അവരെ ആ ബിൽഡിങ്ങിൽ
മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ അവരുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കാനുള്ള പരിശ്രമത്തിൽ നമ്മൾ ഇടപെടണം. അതിൽ വലിയ പണിയുണ്ട് നമുക്ക്. ഒരു കുട്ടി ജനിക്കുമ്പോൾ 3 ജന്മങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇല്ലേ? ഒരു കുട്ടി ജനിക്കുമ്പോൾ 3 ജന്മങ്ങളാണ് ഉണ്ടാവുന്നത്. 1 കുട്ടിയാണ്, 2 ഒരമ്മ ജനിക്കുകയാണ്. അന്ന് മുതൽ അമ്മ എന്ന് പറയുന്ന സ്ത്രീ നേരത്തെ ഉണ്ടാകാം, പക്ഷെ അമ്മയില്ല. അമ്മ ജനിക്കുന്നു, ഒരച്ഛൻ ജനിക്കുന്നു, ഒരച്ഛനും ജനിക്കുന്നു. കുട്ടി വളരുമ്പോൾ അമ്മ വളരാറുണ്ടോ? അച്ഛൻ വളരാറുണ്ടോ? അതാ ചോദ്യം. നിങ്ങളുടെ വീടിൻ്റെ വലിപ്പം കൂട്ടിയിട്ടുണ്ടോ എന്നല്ല ചോദ്യം. നിങ്ങളുടെ കാറ് 5 ആൾ പോകുന്ന കാർ 7 ആൾ പോകുന്ന കാറാക്കി മാറ്റിയിട്ടുണ്ടോ എന്നല്ല ചോദ്യം. നിങ്ങളുടെ തൂക്കം വർദ്ധിച്ചിട്ടുണ്ടോ എന്നല്ല ചോദ്യം. കുട്ടി വളരുമ്പോൾ നിങ്ങൾ വളർന്നിട്ടുണ്ടോ? ഞാനൊരു ഉദാഹരണം പറയാം. പച്ചക്കറി കൃഷി ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, അത്യാവശ്യം വീട്ടിൽ ടെറസിലൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു മത്തൻ കൃഷി ചെയ്തിട്ട് അതിന് പൂവ് വന്നു. ആ പൂവിൽ നിന്ന് ഒരു ചെറിയ കായ, ഇത്ര വലുപ്പത്തിൽ, ഒരു വലിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള ഒരു കായ, ഞങ്ങളുടെ നാട്ടിൽ അതിന് മിടി എന്ന് പറയും. മിടിയായ ഒരു കായ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു മൺകലമെടുക്കുക, ഒരു മൺപാത്രം, ചെറിയൊരു മൺപാത്രം. ആ മൺപാത്രത്തിൽ ഈ മത്തൻ്റെ മിടിയിട്ട് വെക്കുക. ചെടിയെന്ന് പറിക്കണ്ട, ചെടിയിൽ തന്നെ. എന്നിട്ട് ചെടിക്ക് നല്ലവണ്ണം വെള്ളവും വളവും കൊടുക്കുക. എന്താ സംഭവിക്കുക? മത്തൻ വളർന്ന് വരുമ്പോൾ മൺപാത്രം വളരുന്നില്ല. മൺപാത്രം വളരാതിരിക്കുമ്പോൾ എന്താ? ഒന്നുകിൽ മൺപാത്രം പൊട്ടും മത്തൻ വളരുമ്പോൾ, അല്ലെങ്കിൽ മൺപാത്രം നല്ല ഉറച്ചതാണെങ്കിൽ, നല്ല ശക്തിയുള്ളതാണെങ്കിൽ മത്തൻ അതിൻ്റെ അകത്ത് നിന്ന് നീറിക്കെട്ടുപോകും. നമ്മുടെ മക്കളെല്ലാം ഈ മിടിയാണ്. ആ മിടിയിട്ട് വെച്ചിരിക്കുന്ന മൺപാത്രമാണ് കുടുംബം, അമ്മ, അച്ഛൻ. കുട്ടി വളരുമ്പോൾ മൺപാത്രം വളർന്നില്ലെങ്കിൽ ആ മിടി മൺപാത്രത്തെ പൊട്ടിക്കും. അവർ കുടുംബ ബന്ധങ്ങളെ ധിക്കരിക്കും, അച്ഛനമ്മയെ ധിക്കരിക്കും, അവർ ആ കുടുംബ ബന്ധത്തെ തകർക്കും. ഇനി നിങ്ങൾ അതിഭീകരമായ അച്ചടക്കമുള്ളവരാണെങ്കിൽ, ഉഗ്രശാസനയോടുകൂടി കുട്ടികളെ വരച്ച വരയിൽ നിർത്തുന്നവരാണെങ്കിൽ, ആ കുട്ടിയുടെ ബുദ്ധിവികാസം മുരടിക്കും, അവൻ പൊട്ടനായി പോകും. 2-1 സംഭവിക്കും. അതുകൊണ്ട് മൺപാത്രം വളരാതെ മാർഗമില്ല. മത്തങ്ങ വളരുന്നതിന് ആനുപാതികമായി മൺപാത്രം വളരാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. അതിനെന്ത് ചെയ്യണം? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, പഠിക്കുക. പുതിയ ട്രെൻഡുകൾ, പുതിയ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ പഠിക്കുക. ആ പഠിച്ചത് മുഴുവൻ സ്വാംശീകരിക്കരുത്. പുതിയ വിഷയങ്ങൾ മുഴുവൻ സ്വാംശീകരിക്കരുത്. എന്ത് കണ്ടാലും സ്വീകരിക്കലല്ല, സ്വീകരിക്കാനും തിരസ്കരിക്കുവാനുള്ള തൻ്റെ ഇടമുണ്ടാവുക. യെസ് എന്ന് പറയുന്നത് പോലെ നോ എന്ന് പറയാനും തൻ്റെ ഇടമുണ്ടാവുക. യെസ് എന്ന് പറയുന്ന എന്ത് പറഞ്ഞാലും യെസ്, നോ എന്ന് പറയാനുള്ള തൻ്റെ ഇടമുണ്ടാവുക. അതിന് നിങ്ങളിപ്പോൾ ഒരു ക്ലാസ്സാണ്, നിങ്ങളിപ്പോൾ എല്ലാവരും വിദ്യാർത്ഥികളാണ്, ഞാൻ മാഷാണ് എന്ന് വിചാരിക്കുക. ഒരിക്കൽ കൂടി ഒരു ക്ലാസ്സിലിരിക്കാൻ ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ ജീവിതത്തിൽ. ഒരു വട്ടം കൂടി എന്നോർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം, തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലിമരമൊന്നുലുത്തുവാൻ മോഹം എന്ന്. അതില്ലാത്തവരാരുമില്ല. നമ്മുടെ നൊസ്റ്റാൾജിയാണത്. ഒരിക്കൽ കൂടി ക്ലാസ്സിൽ വന്നിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഞാൻ എൻ്റെ ക്ലാസ് തുടങ്ങുന്നത് നിങ്ങൾക്കൊരു ചെറിയ കണക്ക് തന്നുകൊണ്ടാണ്. ഈ കണക്കിൻ്റെ ഉത്തരം നിങ്ങൾ പറയണം. പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്. കണക്കിൻ്റെ ഉത്തരം ഞാൻ ആരോടും ചോദിക്കില്ല. ഉത്തരം അറിയെങ്കിൽ കൈവക്കിയാൽ മതി, അവരോടേ ചോദിക്കൂ. ഉത്തരം അറിയുന്നവർ കൈവക്കിയാൽ മതി, അവരോടേ ഞാൻ ചോദിക്കൂ. അപ്പോൾ നിങ്ങൾ കണക്ക് തുടങ്ങുകയാണ്. നിങ്ങളെല്ലാവരും ഇപ്പോൾ ആദ്യം ഇതിൽ ഡ്രൈവിംഗ് അറിയുന്നവർ എത്ര പേരുണ്ട്? ഒന്ന് കൈ ഉയർത്തും.
മഹാഭൂരിപക്ഷത്തിനും ഡ്രൈവിംഗ് അറിയാം. കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഒരു ഗുണമാണത്. ഡ്രൈവിങ്ങിൻ്റെ പ്രത്യേകത എന്താണ്? ഡ്രൈവിങ്ങിന് മറ്റ് തൊഴിലിൽ നിന്ന് വ്യത്യസ്തമായൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയുമോ? കള്ളപ്പണി എടുക്കാൻ പറ്റാത്ത ഒരേ ഒരു പണിയാണ് ഡ്രൈവിങ്. ഡ്രൈവ് ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ ബ്രേക്ക് ചവിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല, ഞാൻ സ്റ്റിയറിംഗ് തിരിക്കാൻ മനസ്സില്ല എന്ന് പറയാൻ പറ്റില്ല. ചെയ്യേണ്ട പണി ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യേണ്ട പണിയാണ് ഡ്രൈവിങ്. ഞാനിപ്പോൾ നിങ്ങളെ ഒരു സങ്കല്പ ലോകത്തിലേക്ക് കൊണ്ടുപോവുക. നിങ്ങളെല്ലാവരും ഒരു വണ്ടി ഓടിക്കുക എന്ന് വിചാരിക്കുക. വിചാരിക്കാൻ ഒരു പ്രയാസമില്ലല്ലോ, ഒരു പ്രയാസമില്ല. വണ്ടി ഓടിക്കുക എന്ന് വിചാരിക്കുന്നു. ഞാൻ നിങ്ങളെപ്പോലെ കോളയാട് സെൻറ്റ് കോർണേലിയസ് സ്കൂളിലൊരു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ കെമിസ്ട്രി എടുക്കുന്ന മേരി ടീച്ചർ ഇതുപോലെ ക്ലാസ്സിൽ വന്നിട്ട് ഒരു തവണ പോലും ഞങ്ങൾക്ക് ലാബറട്ടറി കൊണ്ടുപോയിട്ടൊരു പരീക്ഷണം കാട്ടി തന്നിട്ടില്ല. ലാബറട്ടറി എന്നൊരു ബോർഡ് കണ്ടിട്ടുണ്ടെന്നല്ലാതെ അതിൻ്റെ ഉള്ളിൽ എന്താ ഞങ്ങളൊന്നും കണ്ടിട്ടില്ല. ടീച്ചർ വിരൽ കാണിച്ചിട്ട് പറയും, ഇതൊരു ടെസ്റ്റ് ട്യൂബാണെന്ന് വിചാരിക്കുക, അതിൽ സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചു എന്ന് വിചാരിക്കുക, അതിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇട്ടു എന്ന് വിചാരിക്കുക. എന്ത് രാസമാറ്റം സംഭവിക്കും? കാലപ്പിഴ കൊണ്ട് എന്നോട് തന്നെയാണ് ചോദിച്ചത്. എൻ്റെ വയറ്റിൽ നിന്ന് സൾഫ്യൂരിക് ആസിഡ് ഒഴുകാൻ തുടങ്ങി. ഉത്തരം അറിയില്ല, വയറ്റിൽ നിന്നൊരു പുകച്ചലുണ്ടാവുമല്ലോ. എന്നിട്ട് ഞാനൊരു ഉത്തരം പറഞ്ഞു. ആ ഉത്തരം പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ ടീച്ചർ ക്ലാസ്സിൽ നിന്ന് പുറത്തു പോകാൻ പറഞ്ഞു. ഗെറ്റ് ഔട്ട്, നാളെ അപ്പനെയും കൂട്ടി വന്നാൽ മതി എന്ന് പറഞ്ഞു. കാരണം ഞാൻ പറഞ്ഞ ഉത്തരം, ഞാൻ ഉത്തരം പറഞ്ഞു എന്ന് വിചാരിക്കുക എന്നായിരുന്നു. എല്ലാം വിചാരിക്കണം, പിന്നെ അതും കൂടി അങ്ങ് വിചാരിച്ചാൽ പോലെ. അപ്പോൾ ഞാൻ ഈ അനുഭവം കഴിഞ്ഞ ദിവസം റേഡിയോ മാംഗോ മികച്ച വിദ്യാലയ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു മത്സരം വെച്ചു. ആ മത്സരത്തിൽ ഫസ്റ്റ് കിട്ടിയ അനുഭവമാണിത് കേട്ടോ. എനിക്ക് സമ്മാനം കിട്ടിയിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ ഒരു വണ്ടി ഓടിക്കുക എന്ന് വിചാരിക്കുക. ഇനി കണക്കിലേക്ക് നമ്മൾ കടക്കുക. ഈ വണ്ടി 2 കിലോമീറ്റർ മുന്നോട്ട് ഓടിയപ്പോൾ വഴിയിൽ നിന്ന് 4 ആൾ അതിൽ കയറി. പിന്നെ 4 കിലോമീറ്റർ മുന്നോട്ട് ഓടിയപ്പോൾ അതിൽ നിന്ന് 2 ആൾ ഇറങ്ങിപ്പോയി. പിന്നെയും വണ്ടി 5 കിലോമീറ്റർ മുന്നോട്ട് ഓടിയപ്പോൾ അതിൽ 10 പേര് കയറി. പിന്നെ 10 കിലോമീറ്റർ മുന്നോട്ട് ഓടിയപ്പോൾ 5 പേർ ഇറങ്ങിപ്പോയി. കണക്ക് തീർന്നു, പേടിക്കണ്ട. കണക്കൊന്നുകൂടി പറയാം. 2 കിലോമീറ്റർ ഓടിയപ്പോൾ 4 ആൾ കയറി, 4 കിലോമീറ്റർ ഓടിയപ്പോൾ 2 ആൾ ഇറങ്ങി, 5 കിലോമീറ്റർ ഓടിയപ്പോൾ 10 ആൾ കയറി, 10 കിലോമീറ്റർ ഓടിയപ്പോൾ 5 ആൾ ഇറങ്ങി. ഇനി ചോദ്യം ഇതാണ്, ആരും ഉത്തരം പറയരുത്. ഉത്തരം അറിയുന്നവർ കൈപൊക്കിയാൽ മാത്രം മതി. ഞാൻ ചോദിക്കുമ്പോൾ മാത്രമേ പറയാവൂ. ചോദ്യം ഇതാണ്, അങ്ങനെയാണെങ്കിൽ ആ വണ്ടിയുടെ ഡ്രൈവറുടെ വയസ്സ് എത്രയായിരിക്കും? ഒരാൾ കൈപൊക്കിയിട്ടുണ്ട്, 2, 3, 4, 5, 6, 7, 8, 9, ഒരു 10-15 ആൾ കൈപൊക്കി. അപ്പോൾ ഞാൻ ആദ്യം കൈപൊക്കിയ ആൾക്കൊരു ചാൻസ് കൊടുക്കുകയാണ്. കൃത്യസംഖ്യ മാത്രമേ പറയാവൂ. ഒന്ന് പറഞ്ഞോളൂ. അവിടെ ആ മാസ്ക് ഇട്ട ആള്, നിങ്ങളാണ് ആദ്യം കൈപൊക്കിയത്. കൃത്യസംഖ്യ, സംഖ്യ പറഞ്ഞോളൂ. 39. ഇവിടെ 40. അവിടെ ഇവിടെ 43. 50. 53. ഓക്കെ, ഇവരെല്ലാം പറഞ്ഞ ഉത്തരം ശരിയാ. അവർ പറഞ്ഞിരിക്കുന്നത് അവരുടെ സ്വന്തം വയസ്സാണ്. നിങ്ങളൊരു വണ്ടി ഓടിക്കുകയാണെന്ന് വിചാരിക്കുക എന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. അപ്പോൾ ആരാണ് ഡ്രൈവർ? നിങ്ങളാണ്. ഇവിടെ ഒരു 25 പേർക്ക് ഉത്തരം കിട്ടി, മറ്റുള്ളവർക്ക് ഉത്തരം കിട്ടിയില്ല. എന്തുകൊണ്ടാണ് കിട്ടാഞ്ഞേ? മനസ്സിലാക്കേണ്ടത്, ഈ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഞാനാണെന്ന് ഓർമ്മയില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി അതാണ്. മറ്റു പലരും ഓടിക്കുന്ന വണ്ടിയിൽ യാത്ര ചെയ്യലാണ് നമ്മുടെ ജോലി. എൻ്റെ മകൻ്റെ സ്വഭാവത്തിനും അവൻ്റെ ബുദ്ധിശക്തിക്കും എൻ്റെ വീട്ടു സാഹചര്യത്തിനും എൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്കും അനുസരിച്ചാണ് എൻ്റെ ജീവിതമാകുന്ന വണ്ടി ഓടിക്കേണ്ടത് എന്ന തീരുമാനമെടുക്കേണ്ട ഡ്രൈവർ നിങ്ങളാണ്. എന്തൊക്കെയാണ്? എൻ്റെ മകൻ്റെ, എൻ്റെ മക്കളുടെ ബുദ്ധിശക്തി, അവൻ്റെ താല്പര്യങ്ങൾ, നിങ്ങളുടെ വീടിൻ്റെ സാഹചര്യങ്ങൾ, നിങ്ങളുടെ വീടിൻ്റെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ വീടിൻ്റെ പശ്ചാത്തലങ്ങൾ, ഇതെല്ലാം ചേർത്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വണ്ടി ഓടുന്നത്. അതിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിങ്ങൾ ഇരിക്കുക. പക്ഷേ നമ്മളിൽ പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റാരോ ഓടിക്കുന്ന വണ്ടിയിൽ ആ വീട് അവരെന്ത് ചെയ്യുന്നു, അവരെങ്ങനെയാണെന്ന് നോക്കിയിട്ട് അവരുടെ പിറകെ ഓടുന്ന, അവരുടെ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന
യാത്രക്കാരായി മാത്രം മാറുന്നു നമ്മൾ. അത് മാറ്റണം. നമ്മുടെ ജീവിതമാകുന്ന വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഞാനാണ് എന്ന നല്ല ബോധ്യമുണ്ടാവണം. ആ ബോധ്യം നമുക്കുണ്ടാവണം. നിങ്ങളുടെ മക്കളുമായി ബന്ധപ്പെട്ടിട്ടാണ് രണ്ടാമത്തെ കാര്യം. ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടാനിരിക്കുന്നതിന് കാരണം നമ്മുടെ പഠന സമ്പ്രദായത്തിൻ്റെ ഒരു കുഴപ്പമാണ്. എന്താ അത്? ചോദ്യം വായിക്കും, ഉത്തരം പഠിക്കും. അതാണല്ലോ നമ്മുടെ ശീലം. തെറ്റാണത്. പഠിക്കേണ്ടത് ചോദ്യമാണ്. നിങ്ങളൊരു വണ്ടി ഓടിക്കുകയാണെന്ന് വിചാരിക്കുക എന്ന ചോദ്യഭാഗം അവഗണിച്ചത് കൊണ്ടാണ് പലർക്കും പെട്ടെന്ന് ഉത്തരം കിട്ടാഞ്ഞത്. പഠിക്കേണ്ടത് ചോദ്യമാണ്. ചോദ്യം ചോദിക്കുന്ന കുട്ടിയാണ് നല്ല കുട്ടി. മക്കളെ ചോദ്യം ചോദിക്കാൻ പ്രേരിപ്പിക്കുക. ഈ കുസൃതി ചോദ്യം, കടങ്കഥകളൊക്കെ ചെറുപ്പത്തിൽ കുട്ടികളെ കൊണ്ട് ചോദിപ്പിക്കുന്നത് ചോദ്യം ചോദിക്കുവാനും ഉത്തരം കണ്ടെത്താനുമുള്ള സ്കിൽ ഡെവലപ്മെൻറ്റിനാണ്. ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത പറഞ്ഞുതരാം. ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരത്തെ സ്വീകരിക്കാൻ നമ്മുടെ മനസ്സിൽ ഒരു ഫയൽ ഓപ്പൺ ചെയ്യപ്പെടുന്നുണ്ട്. ഒരുത്തൻ പെണ്ണ് കാണാൻ പോകുമ്പോൾ വധുവിനെ സ്വീകരിച്ച് വീട്ടിൽ കൊണ്ടുപോയി കിടത്താൻ ഒരു ബെഡ്റൂം, ഒരു കട്ടിൽ ഓപ്പൺ ചെയ്യപ്പെടാതെ പെണ്ണ് കാണാൻ പോകില്ലല്ലോ. ഈ കട്ടിൽ ഒഴിഞ്ഞു കിടക്കുന്നിടത്തോളം ഇവൻ പെണ്ണിനെ അന്വേഷിച്ചു കൊണ്ടിരിക്കും. ചോദ്യം വരനും ഉത്തരം വധുവുമാണ്. ചോദ്യം നന്നായി പഠിക്കാൻ കുട്ടികളെ പഠിപ്പിക്കുക. ചോദ്യം ചോദിക്കാൻ പഠിപ്പിക്കുക. ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടിയില്ലെങ്കിൽ എന്താണ്? ഉത്തരം കിട്ടുന്നത് വരെ ഈ സ്പേസ് വാക്കൻ്റാണ്. ഈ വാക്കൻ്റായ സ്പേസ് വാക്വമാണ്. വേക്കൻ്റാണല്ലോ വാക്വം, ശൂന്യതയാണ്. ശൂന്യതയ്ക്കൊരു കരുത്തുണ്ട്, അറിയുമോ? അത് ചുറ്റുവട്ടമുള്ള എല്ലാറ്റിനെയും ആകർഷിച്ചു കൊണ്ടിരിക്കും. ശൂന്യത ഉത്തരത്തെ അന്വേഷിച്ചു കൊണ്ടിരിക്കും. ചോദ്യം പഠിക്കുക. വാക്വത്തിൻ്റെ കരുത്ത് ഞാൻ കാട്ടിത്തരാം. വാക്വത്തിൻ്റെ കരുത്ത് ഞാൻ കാട്ടിത്തരാം. ഈ ഗ്ലാസ്സിലെ വെള്ളം എൻ്റെ കയ്യിൽ നിൽക്കുന്നു. ഈ ഗ്ലാസ്സിലെ വെള്ളം എൻ്റെ കയ്യിൽ കമിഴ്ത്തി വെച്ചാൽ മറഞ്ഞു പോകുന്നില്ല. ഉണ്ടോ? ഇല്ലല്ലോ. അത് ഇങ്ങനെ പിടിച്ചാൽ വീണു പോകുന്നില്ല. ഇങ്ങനെ പിടിച്ചാൽ വീണു പോകുന്നില്ല. ഇതെന്തിൻ്റെ കരുത്താണ്? ഇത് വാക്വത്തിൻ്റെ കരുത്താണ്. എൻ്റെ കൈ അമർത്തി വെച്ച് ഞാൻ അല്പം നടുപൊന്തിച്ചപ്പോൾ അതിൽ ചെറിയ ഒരു അല്പം ശൂന്യത ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ആ ശൂന്യത ഈ അന്തരീക്ഷ മർദ്ദത്തിൻ്റെ കരുത്ത് കൊണ്ട് ഇത് ടൈറ്റായിട്ട് ഇവിടെ കിടക്കുകയാണ്. ഇത് വലിച്ചാൽ കിട്ടുന്നില്ല. ഇത് പുറത്തുള്ള വാക്വം. ഈ വാക്വം തന്നെ നമ്മുടെ അകത്തുമുണ്ട്. ആ വാക്വം ക്രിയേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ ചോദ്യം ചോദിക്കുന്ന കുട്ടികളെ ഉണ്ടാക്കണം. പഴയ മട്ടിലുള്ള ജീവിതക്രമം ഇനി മുന്നോട്ട് പോവില്ല. നിങ്ങൾ മനസ്സിലാക്കുക. LP സ്കൂള്, UP സ്കൂള്, ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി, ഡിഗ്രി, BBA, BCom, BSc, MBBS, BTech എന്ന ഈ ക്രമത്തിനനുസരിച്ച് മാത്രം ജീവിതം മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കരുതനി. നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ ജീവിതവും വിസ്ഫോടനാത്മകമായി പൊട്ടിച്ചിതറിയിരിക്കുന്നു. പുതിയ കാലഘട്ടത്തിൽ പൊട്ടിച്ചിതറിയിരിക്കുന്നു. സാധ്യതകൾ ഒരുപാടുള്ളതുപോലെ തന്നെ കള്ളനാണയങ്ങളും ചതിക്കുഴികളും ഒരുപാട് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഈ ചതിക്കുഴികളിൽ, ഈ കള്ളനാണയങ്ങളിൽ പെട്ട് നമ്മുടെ കുട്ടികൾ വഴിയിൽ ഒറ്റപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ അവരുടെ കൂടെ നിങ്ങളെപ്പോഴും ഉണ്ടാകുമോ? രക്ഷിതാക്കൾ ചില കുട്ടികളെ ക്ലാസ്സിൽ നല്ല അധ്യാപകരുടെ മുന്നിൽ നല്ല കുട്ടികളായിരിക്കും. ആര്? കൃത്യമായി അസൈൻമെൻറ്റ് ചെയ്തവർ, നല്ല പ്രൊജക്റ്റ് ഉണ്ടാക്കുന്നവർ, നല്ല കുട്ടികളാണ് ടീച്ചറുടെ മുന്നിൽ. പക്ഷെ അവർ ചിലർ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകും. കാരണം ഈ അസൈൻമെൻറ്റും പ്രൊജക്റ്റൊക്കെ തയ്യാറായി കൊടുക്കുന്നതിൽ രക്ഷിതാക്കൾക്ക് നല്ല പങ്കുണ്ടാവും. അസൈൻമെൻറ്റും പ്രൊജക്റ്റും കൊടുക്കുന്നത് ടീച്ചറുടെ മുന്നിൽ നല്ല കുട്ടിയാണെന്നുള്ള കണ്ടിന്യൂസ് ഇവാലുവേഷൻ്റെ മാർക്ക് കിട്ടാനല്ല, സ്വന്തമായി ചെയ്തിട്ട് അതിജീവിക്കുവാനുള്ള സാമർഥ്യം അവരെ പഠിപ്പിക്കാനാണ്. അതുണ്ടാക്കിയെടുക്കാറുണ്ടോ നിങ്ങൾ എന്നതാണ് ചോദ്യം. അതുണ്ടാക്കിയെടുക്കാറുണ്ടോ? അതാണ് ചോദ്യം. നമ്മൾ പലപ്പോഴും ഇപ്പോൾ സ്കൂൾ ബസ് വരുന്ന സമയമാകുമ്പോഴേക്കും പല കുട്ടികളുടെയും വീട്ടിൽ ഇങ്ങനെയൊരു അനൗൺസ്മെൻറ്റ് കേൾക്കാം. എൻ്റെ ബാഗ്, എൻ്റെ കൊട,
എൻ്റെ ട്രൗസറ്, എൻ്റെ ബനിയൻ, എൻ്റെ ടൈ, എൻ്റെ ബെൽറ്റ് ഓരോന്നിങ്ങനെ അനൗൺസ് ചെയ്യുമ്പോൾ അമ്മയെടുത്തോടുന്നു, അച്ഛനോടുത്തോടുന്നു, എല്ലാവരും കൊണ്ടുവരുന്നു. എല്ലാം കെട്ടി വിട്ടിട്ട് ബഹിരാകാശ യാത്രികനെ റോക്കറ്റിലേക്ക് കയറ്റുന്നത് പോലെ തള്ളിവിടുകയാണ്. തെറ്റ്, 100% തെറ്റ്. അവനവന്റെ ബാഗും കൊടയും ബെൽറ്റും എവിടെ വച്ചു അതെടുത്ത് ധരിക്കുവാൻ എല്ലാ കുട്ടികളും സ്വന്തമായി പ്രാപ്തി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ രക്ഷിതാക്കളെ, നിങ്ങളൊരു പരാജയമാണ്. അവനെ കൊണ്ട് ചെയ്യിക്കണ്ടേ? ഞാൻ കുടുംബശ്രീ മുഖാന്തരം ഒരു സർവേ നടത്തി. ആ സർവേ റിസൾട്ട് നിങ്ങളോട് പറയുമ്പോൾ ഒരു വിഭാഗത്തിന് എന്നോട് ദേഷ്യം വരും, ക്ഷമിക്കുക. ആ സർവേ റിസൾട്ട് എന്താണെന്നറിയോ? കേരളത്തിലെ പുരുഷന്മാരിൽ 87% അവനവൻ്റെ അണ്ടർവെയർ അലക്കാത്തവരാണ്. ഈ സർവേ റിസൾട്ട് കിട്ടിയതാണ്. അവനവൻ്റെ അണ്ടർവെയർ പോലും അലക്കാൻ ഭാര്യയെയോ സഹോദരിയെയോ അമ്മയോ ഏൽപ്പിക്കുന്നവരാണ് കേരളത്തിൽ 87% പുരുഷന്മാരും. അതെങ്കിലും നമ്മുടെ മക്കളെ പഠിപ്പിക്കുക. അവനവൻ്റെ അണ്ടർവെയർ അലക്കിയിടാൻ, അവനവൻ കഴിച്ച പാത്രം കഴുകാൻ പഠിപ്പിക്കേ. എന്തിന്? എല്ലാ കാലവും നിങ്ങളുണ്ടോ കൂടെ? അമ്മയും അച്ഛനും, ചില അമ്മയും അച്ഛനും വിചാരിക്കുന്നത് എല്ലാ കാലവും ഞാൻ ഇവൻ്റെ കൂടെ ഉണ്ടാവുന്ന. അവൻ പോകും. അവൻ്റെ ജീവിതത്തിലേക്ക് പോകുമ്പോൾ, അവിടെ എത്തുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെ ഇതികർത്തവ്യതാമൂഢനായി നിൽക്കുന്ന മക്കളെ നിങ്ങൾ സൃഷ്ടിക്കരുത് ദയവ് ചെയ്തിട്ട്. അതുകൊണ്ട് അവൻ്റെ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങളെല്ലാം അവനെ കൊണ്ട് ചെയ്തിട്ട് ജീവിതം പഠിപ്പിക്കൂ. പരീക്ഷയ്ക്ക് ഉത്തരം എഴുതാൻ പഠിപ്പിക്കൽ മാത്രമല്ല നിങ്ങളുടെ പ്രധാനപ്പെട്ട ജോലി, ജീവിതം പഠിപ്പിക്കൂ. ജീവിതത്തിൻ്റെ പുതിയ സ്കില്ല് പഠിപ്പിക്കൂ. ആ സ്കില്ലിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ പാഠപുസ്തകങ്ങൾക്ക് അന്യമായിട്ട് പാഠപുസ്തകത്തിന് പുറത്തുള്ള 6 കാര്യങ്ങൾ നിങ്ങളുടെ കുട്ടിയിൽ ഉണ്ടായി എന്ന് ഉറപ്പുവരുത്തണം. ആ 6 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ക്ലാസ് എടുക്കുന്നത്. നിങ്ങളുടെ കുട്ടികളെ നല്ല ബുദ്ധിജീവികളല്ല ആക്കേണ്ടത്. ബുദ്ധിജീവി ആയിക്കോട്ടെ, അത് സ്വാഭാവികമായ വളർച്ചയാണ്. നിങ്ങളുടെ കുട്ടികൾ നല്ല ജീവിതം പഠിക്കുന്നവരാകുക. പുതിയ മട്ടിലുള്ള, വ്യക്തിത്വം ഉള്ള, യുണീക്കായിരിക്കുന്ന, വ്യത്യസ്തതയുള്ള ജീവിതം ഉണ്ടാക്കുക. എല്ലാവരും ജീവിക്കും പോലെ എൻ്റെ കുട്ടിയും ജീവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കരുത്. എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായി എൻ്റെ കുട്ടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുക. എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായി. അപ്പോൾ എന്താ വേണ്ടത്? വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം ബുദ്ധി വളർച്ചയല്ല, വ്യക്തിത്വ വികാസമാണ്. അത് പാഠപുസ്തകങ്ങൾ അതിന് വളരെ പരിമിതമാണ്. പാഠപുസ്തകങ്ങൾ പരിമിതമാണ്. പാഠപുസ്തകങ്ങൾ ഞാൻ ഏത് സിലബസ് നോക്കിയപ്പോൾ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നതല്ല, ആവശ്യമായ അറിവുകളുടെ 100-1 പോലും പാഠപുസ്തകത്തിലില്ല. 100-1 പോലും പാഠപുസ്തകത്തിലില്ല. അതുകൊണ്ട് പാഠപുസ്തകമെന്ന് പറയുന്നത് അവസാന വാക്കല്ല, ആദ്യത്തെ വാക്കാണ്. അതൊരു പ്രവേശന കവാടമാണ്. ആ പ്രവേശന കവാടത്തിലൂടെ ഈ പ്രപഞ്ചത്തിലേക്ക് അവനെ നോക്കിക്കാണാൻ പഠിപ്പിക്കണം. അതുകൊണ്ട് പാഠപുസ്തകത്തിൽ പരീക്ഷ എഴുതി മാർക്ക് വാങ്ങലല്ല എന്ന പരിമിതമായ ലക്ഷ്യം, ഫുൾ A+ എന്ന പരിമിതമായ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ കുട്ടികളുടെ ബുദ്ധിയെ തളച്ചിടരുത്. പരിമിതമായ ലക്ഷ്യമാണ് പലർക്കും. ഫുൾ A+, ഒരു ജോലി, തീർന്നു. അതാണോ ഒരു ജോലി? ഫുൾ A+, ഒരു വീട്, ഒരു കാറ്, ഇതാണോ ജീവിതം? ഇതെന്ത് ജീവിതമാണ്? അതിനപ്പുറത്ത് ഈ പ്രപഞ്ചത്തോളം വളരണ്ടേ നമ്മുടെ കുട്ടികൾ? അതിനുള്ള കഴിവ് നിങ്ങളുടെ ഉള്ളിലുണ്ട്, നിങ്ങളുടെ മക്കളുടെ ഉള്ളിലുണ്ട്. അതിനെ മുഴുവൻ പുറത്തെടുക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കലാണ് നമ്മുടെ ജോലി. ഒരു പെൺകുട്ടി ഹോസ്റ്റലിൽ പഠിക്കാൻ കഴിവില്ല. കൂട്ടുകാർ താമസിക്കുന്ന ലോഡ്ജിൽ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ അവിടെ ഷെയർ ചെയ്തിട്ട് താമസിക്കാൻ കൊടുക്കാൻ കാശ് കയ്യിലില്ല. അപ്പോൾ അവൾ പോയി ചോദിച്ചു, ആ വീടിൻ്റെ അടുക്കളയുടെ അറ്റത്ത് അല്പ സ്ഥലമുണ്ടല്ലോ, അടുക്കളയുടെ അട്ടം ആറ്റിക് എന്ന് പറയും, ആറ്റിക്, അതാണ് മലയാളത്തിൽ അട്ടം. ആ വിറക് സൂക്ഷിക്കുന്നതിൻ്റെ ഇടയിൽ ഞാനൊരു പായിട്ട് കിടന്നോട്ടെ, കുറച്ച് കാശ് തരാം.
അപ്പോൾ അതിൻ്റെ കാശും കിട്ടുമല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ആ വീട്ടുകാരൻ പറഞ്ഞു സന്തോഷം. യെസ്. അങ്ങനെ ഈ പുകയൊക്കെ ശ്വസിച്ചുകൊണ്ട് ശ്വാസകോശ പ്രശ്നമായിട്ടും ആ കുട്ടി അവിടെ കിടന്ന് പഠിച്ചു. അവൾ പഠിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് കനികളിൽ നിന്ന് കൊണ്ടുപോയിട്ട് ചെളിയും കോരി വീട്ടിലേക്ക് പോകുന്ന കണ്ടപ്പോൾ അയൽവാസികൾ പറഞ്ഞു, ഒരുപാട് പഠിച്ചിട്ട് കുട്ടിക്ക് വട്ടായിപ്പോയി. കാരണം ഇവൾ ചെയ്യുന്നത് കനികളിൽ നിന്ന് കോരിക്കൊണ്ടുകൊണ്ടിരിക്കുന്ന പിച്ച് ബ്ലണ്ടിൻ്റെ ചളി, പിച്ച് ബ്ലണ്ട് അയിര്, അത് കോരി തലയിൽ വെച്ചിട്ട് ചളിയിൽ കൊണ്ടുപോയിട്ട് വീട്ടിൽ കൊണ്ടിടുക. എന്തൊരു പൊട്ടത്തിയാണിത്. ഒരു ദിവസം പത്രത്തിൽ വാർത്ത വന്നു, ആ കുട്ടിക്ക് നോബൽ സമ്മാനം കിട്ടിയെന്ന്. നോബൽ സമ്മാനം കിട്ടിയെന്ന്. അപ്പോഴാണ് നാട്ടുകാർ ഞെട്ടിപ്പോയത്. പിച്ച് ബ്ലണ്ട് അയിരിൽ നിന്ന് യുറേനിയം എന്ന് പറയുന്ന ഒരു മൂലകത്തെ ലോകത്തിൽ ആദ്യമായി സമ്പുഷ്ടീകരിച്ച് കണ്ടുപിടിച്ച മേഡം ക്യൂരിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവൾ പിന്നെയും അവിടെ നിന്നില്ല. അവളുടെ ഭർത്താവ് പിയരി ക്യൂരിയുടെ കൂടെ അവിടെ നിൽക്കാതെ യുറേനിയത്തെ സമ്പുഷ്ടീകരിച്ച് അതിൻ്റെ അകത്തുനിന്ന് റേഡിയം കണ്ടെത്തി. പിന്നെയും കിട്ടി നോബൽ സമ്മാനം. ആ റേഡിയമാണ് ആറ്റം ഘടിച്ച് ആറ്റോമിക് എനർജിയുടെ അടിത്തറയായി മാറിയത്. ആ റേഡിയത്തിൻ്റെ കണ്ടുപിടുത്ത റേഡിയോ അല്ല. പ്രകൃതിയിൽ മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുൻപ് കോടാനുകോടി വർഷം ഈ ഭൂമിയിൽ സസ്യങ്ങളും ജന്തുജാലങ്ങളും ഉണ്ടായിരുന്നു. അവരുടെ ജീവിതത്തിൽ ഭക്ഷണത്തിൽ പ്ലസ് ഉണ്ടായിരുന്നില്ല, വസ്ത്രത്തിൽ പ്ലസ് ഉണ്ടായിരുന്നില്ല, വീടിൽ താമസിക്കുന്ന ഗുഹകളിൽ പ്ലസ് ഉണ്ടായിരുന്നില്ല. എന്തായിരുന്നോ അത് തന്നെയായിരുന്നു എല്ലാ കാലവും. അവർക്ക് ഓരോ ദിവസവും പ്ലസ് ചെയ്തിരുന്നില്ല. നമ്മൾ മനുഷ്യൻ ഇന്നലെ ജീവിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് എന്തെങ്കിലും നേടിയിട്ടില്ലെങ്കിൽ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. എന്താണ് നേടേണ്ടത്? നേടേണ്ടത് ഭൗതിക സമ്പത്താണോ? മനുഷ്യൻ്റെ നിലനിൽപ്പ് തന്നെ എന്താ? ഭൗതികമായതാണോ അവൻ്റെ മാനസികമായതാണോ മനുഷ്യനെന്ന് പറയുന്നത്? മനുഷ്യൻ്റെ പ്രത്യേകത എന്താണ്? മനുഷ്യൻ മറ്റു ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തനായിരിക്കുന്നത് അവന് അകവും പുറവും ഉണ്ട് എന്നതുകൊണ്ടാണ്. താൻ നായയാണെന്നറിയുന്ന ഒരു നായയും ലോകത്തില്ല. ഉണ്ടോ? ആനക്കറിയുമോ തൻ്റെ പേര് ആനയാണെന്ന്? ഒരു മൃഗത്തിനും താൻ ആരാണെന്നറിയില്ല. തൻ്റെ ദേശമേതാണ്, താൻ ജീവിച്ചിരിക്കുന്ന കാലം ഏതാണെന്നറിയില്ല. എന്നാൽ മനുഷ്യന് താൻ ആരാണെന്നറിയാം. തൻ്റെ പേരെന്താണ്, താൻ എവിടെയാണ് ഈ പ്രപഞ്ചത്തിൽ. നമുക്കൊരിടമുണ്ടല്ലോ, അതെവിടെയാണെന്നറിയാം. ആ ഇടം ഇപ്പൊ ഗൂഗിൾ കണ്ടെത്തി തരിക. ഇപ്പോൾ എൻ്റെ വീട് കണ്ടുപിടിക്കാൻ ഞാനിപ്പോൾ ഗൂഗിൾ നോക്കേണ്ട അവസ്ഥ വന്നു അല്ലേ? ഞാനിപ്പോൾ രാവിലെ, ഞാൻ ഇന്നലെ രാത്രി എത്തിയിരുന്നു. താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അസ്രഫ്ഖാൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹം ലൊക്കേഷൻ മാപ്പ് അയച്ചു തന്നു. ഞാൻ ഡ്രൈവ് ചെയ്തിട്ട് നേരെ അവിടെ എത്തി. ഒരു പ്രയാസമില്ല, നേരെ അവിടെ എത്തുന്നു. അഷ്റഫ് ഖാൻ മുന്നിൽ നിൽക്കുന്നു. ആരോടും ചോദിക്കേണ്ടി വന്നില്ല. അപ്പോൾ അഷ്റഫ് ഖാൻ പറഞ്ഞത് എന്താണെന്നറിയോ? അഷ്റഫ് ഖാൻ പറഞ്ഞത് ഇത് നല്ല കാര്യം തന്നെ, പക്ഷെ അദ്ദേഹം ഒരു നല്ലൊരു പോയിന്റ് പറഞ്ഞു. പക്ഷെ ഈ നല്ല കാര്യത്തിൻ്റെ പേരിൽ നമ്മൾ ആരും സൈഡ് ഗ്ലാസ് താഴ്ത്തുന്നില്ല, വഴിയിലിരിക്കുന്ന ഒരാളോട് മിണ്ടുന്നില്ല, ഒരു കടക്കാരനോട് ചോദിക്കുന്നില്ല, ആരോടുമുള്ള ജൈവികമായ സംവാദമില്ല. എല്ലാം ഡിജിറ്റൽ സംവാദങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ? ഡിജിറ്റൽ സംവാദങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്ക് എവിടെയാണെന്നറിയാം, എവിടുന്ന് നമ്മൾ വന്നെന്നറിയാം. എവിടെ നിന്നു വന്നു ഞാൻ, എവിടേക്ക് പോണു ഞാൻ എന്നറിയാം നമുക്ക്. അതറിയണമെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ആചാര്യന്മാർ വിളക്കുമരമേ വിളക്കുമരമേ വെളിച്ചമുണ്ടോ, അതാണ് ദർശനം നൽകണേ മിശിഹായേ. ആ പാട്ടിൻ്റെ അല്ലേ? ആ ദർശനം നൽകണേന്ന് പറഞ്ഞാൽ എന്നെ കാണിച്ചു തരണമെന്നല്ല, മിശിഹയെ എന്നെ കാട്ടിത്തരണമെന്നല്ല, ദർശനം നൽകണേ. കാഴ്ചപ്പാട്, ജീവിതത്തെ പറ്റി ഒരു കാഴ്ചപ്പാട് എനിക്ക് ഉണ്ടാക്കി തരണേന്നാ മിശിഹായെ. ജീവിതത്തെ പറ്റിയിട്ടുള്ളൊരു ദർശനം, ഫിലോസഫി തരണേ മിശിഹായെ എന്നാണ് ചോദ്യം. അതിന് വിളക്കുമരമേ വിളക്കുമരമേ വെളിച്ചമുണ്ടോ. എന്നാ ഇപ്പോ എവിടെ നിന്നെത്തി എന്നറിവീല, ഏതാണ് ലക്ഷ്യമെന്നറിവീല, മാനവ സുഖമെന്ന മായാമൃഗത്തിനെ തേടുന്ന പാന്തൻ ഞാൻ അല്ലേ?
ഈ സുഖത്തിൻ്റെ പുറകെ പോയിട്ട് മനുഷ്യജീവിതത്തിൻ്റെ ഫിലോസഫി നഷ്ടപ്പെട്ടു പോകുന്ന വിഡ്ഢികളാവുന്നു നമ്മൾ. സുഖമാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് തെറ്റിദ്ധരിച്ചു പോയി. അപ്പൊ പ്ലസ് ആവണം. എന്താണ് പ്ലസ്? കാലദേശങ്ങളുടെ ബന്ധനാണ്. ഈ പ്ലസ് എന്ന ചിഹ്നത്തിന് വിലങ്ങനെ ഒരു വര, താഴോട്ടൊരു വര, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലൈൻ. അതിനൊരു പ്രതീകമുണ്ട്. നമ്മൾക്കൊരു സമൂഹം ഒരുപാട് പ്രതീകങ്ങൾ തന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ടെസ്റ്റ് ട്യൂബിൻ്റെ പ്രതീകമായിരുന്നല്ലോ വിരല്. നിങ്ങൾ ധരിച്ചിരിക്കുന്ന, സ്ത്രീകൾ ധരിച്ചിരിക്കുന്ന താലി ഒരു പ്രതീകമാണ്. എന്തിൻ്റെ പ്രതീകമാണെന്നറിയാമോ? താലി ഭർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ പ്രതീകമാണ് താലി. ആലിലത്താലിയല്ല, ഭർത്താവിൻ്റെ ഹൃദയം. ഒരു വിവാഹമെന്ന് പറയുന്നത് രണ്ട് ശരീരങ്ങൾ ചേരലല്ല, രണ്ട് ഹൃദയങ്ങൾ ചേരലാണ്. അപ്പോൾ ഭർത്താവ് തൻ്റെ ഹൃദയം മൂല്യമുള്ള സ്വർണമാക്കിയിട്ട് ഭാര്യയുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു. ഫെവിക്കോൾ കൊണ്ട് ഒട്ടിക്കാൻ പറ്റാത്തത് കൊണ്ട് നൂല് കെട്ടി കഴുത്ത് കെട്ടുന്നു എന്ന് മാത്രം. ഈ പ്രതീകം അറിയാത്ത വിഡ്ഢികളാണ് എന്ത് ചെയ്യുന്നത്? വലിയ മാല വാങ്ങിയിട്ട് താലി അയിമ കോർക്കും. അപ്പോൾ ഭർത്താവിൻ്റെ ഹൃദയം ഭാര്യൻ്റെ ഹൃദയത്തിൻ്റെ നേരെയാ നിൽക്കണ്ടേ? ഭൂരിപക്ഷം ഭർത്താക്കന്മാരുടെ ഹൃദയവും ഭാര്യയുടെ ഉദരത്തുമല്ല ഉള്ളത്. ഇതിൻ്റെ പ്രതീകം അറിയാത്തോണ്ടാ. അതുപോലെ ഈ പ്ലസ് എന്ന് പറയുന്ന ചിഹ്നം ഒരു പ്രതീകമാണ്. എന്തിൻ്റെ പ്രതീകമാണ്? കാലദേശങ്ങൾ ചേരുന്നതാണിത്. കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും പ്രത്യേകതകൾ കൂടിച്ചേരുന്ന ആ മധ്യബിന്ദുവാണ് ഞാനും നമ്മുടെ കുട്ടികളും. എങ്ങനെ? ഞാൻ തെളിവ് തരാം. എൻ്റെ ഷർട്ടിൽ പ്ലസ് ഉണ്ടാകുന്നത് അതിൻ്റെ നൂല് ഊടും പാവുമായിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്യുന്നത് കൊണ്ടല്ല. ഈ ഷർട്ട് എന്ന ആശയം കണ്ടുപിടിച്ചത് ഞാനല്ലല്ലോ, കാലമല്ലേ. കാട്ടാളിൽ നിന്നും മനുഷ്യനിലേക്ക് മാറിയപ്പോ, അവൻ ആദ്യം മൃഗത്തിൽ നിന്നും മനുഷ്യനിലേക്ക് മാറിയപ്പോ നാണം വന്നപ്പോ, ആദ്യം ത്രികോണാകൃതിയിലൊരു തുണി കൊണ്ട് നാണം മറച്ചപ്പോ, ആ 3 കോണിനകത്തായത് കൊണ്ടാണ് അതിന് കോണകം എന്ന് പേര് വന്നത്. 3 കോണിനകത്താണ് കോണകം. വാക്കുകൾ വന്നത് വെറുതെയല്ല. ആ കോണകം മുതൽ എത്ര ടെക്സ്റ്റൈൽ തൊഴിലാളികൾ, നെയ്ത്ത് തൊഴിലാളികൾ, ഫാഷൻ ടെക്നോളജി വിദഗ്ധന്മാർ, ടൈലർമാര് അധ്വാനിച്ച് കാലത്തിലൂടെ കൊണ്ടുവന്നതാണ് എൻ്റെ ഷർട്ട് അല്ലേ. കാലത്തിൻ്റെ വൈ ആക്സിസ് അതിലുണ്ട്. ഈ ഷർട്ടിൻ്റെ തുണി എൻ്റെ വീട്ടിൽ കൃഷി ചെയ്തതല്ല. ഉത്തരേന്ത്യയിലെ ചമ്പാരനിലെ പരുത്തി കർഷകർ കൃഷി ചെയ്ത പരുത്തിച്ചെടിയുടെ പൂക്കൾ പറിച്ചെടുത്ത് കൊണ്ടുവന്ന് അത് പശയിൽ മുക്കി നൂലാക്കി ചായത്തിൽ മുക്കി കൊണ്ടുവന്നിട്ട് കോയമ്പത്തൂര് മഫത്ലാൽ കമ്പനിയിൽ നിന്ന് നെയ്തെടുത്തതാണ് എൻ്റെ കുപ്പായത്തിൻ്റെ തുണി. ഇത് ദേശത്തിലൂടെ വന്ന എക്സ് ആക്സിസ്. അപ്പോൾ എൻ്റെ ഷർട്ടിൽ കാലത്തിൻ്റെ വൈ ആക്സിസ് ഉണ്ട്, ദേശത്തിൻ്റെ എക്സ് ആക്സിസ് ഉണ്ട്. അതാണ് പ്ലസ്. ഞാൻ നിങ്ങളോട് ഇപ്പോൾ ക്ലാസ് എടുക്കുന്നതിൻ്റെ ക്ലാസ് പ്ലസ് ആണോ എന്ന് നമുക്ക് നോക്കാം. ഞാൻ മലയാള ഭാഷയിലാണ് ക്ലാസ് എടുക്കുന്നത്. മലയാള ഭാഷ കണ്ടുപിടിച്ച് ഞാനല്ല, എൻ്റെ അച്ഛനല്ല, എഴുത്തച്ഛനുമല്ല. 9-ാം നൂറ്റാണ്ടിലെ മാമ്പള്ളി ലിഖിതം മുതൽ എത്ര കവികളും സാഹിത്യകാരന്മാരും പണ്ഡിതന്മാരും എഴുത്താണിത്തുമ്പിലൂടെ, നാരായത്തുമ്പിലൂടെ, തൂലികത്തുമ്പിലൂടെ, പേനത്തുമ്പിലൂടെ, നാവിൻ തുമ്പിലൂടെ കൊണ്ടുവന്നതാണ് ഈ ഭാഷ. അത് കാലത്തിൻ്റെ വൈ ആക്സിസ് എൻ്റെ ക്ലാസ്സിലുണ്ട്. ഞാനത് നിങ്ങളോട് പറയുന്ന എൻ്റെ ശബ്ദോർജം. ഈ ശബ്ദോർജം ദേശത്തിൽ നിന്ന് കിട്ടിയതാണ് എനിക്ക്. ഏത് ദേശത്തിൽ നിന്ന്? ആന്ധ്രാപ്രദേശത്തിൽ. ആന്ധ്രാപ്രദേശത്തിലെ സൂര്യൻ ഉദിച്ചപ്പോ അവിടുത്തെ സൗരോർജമാണ് എൻ്റെ ശബ്ദോർജം. കഴിഞ്ഞ വർഷം ആന്ധ്രയിൽ സൂര്യൻ ഉദിച്ചപ്പോ അവിടുത്തെ കർഷകരും തൊഴിലാളികളും അവിടുത്തെ വയലിൽ നട്ട നെൽച്ചെടിയുടെ നെല്ലോലകൾ ആ സൂര്യപ്രകാശത്തെ ഏറ്റുവാങ്ങി പ്രകാശ സംശ്ലേഷണം നടത്തി ഫോട്ടോസിന്തസിസ് നടത്തി കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കി അന്നജമുണ്ടാക്കി നെല്ലിൻ്റെ കതിരിനുള്ളിൽ പാല് രൂപത്തിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച അരിമണികൾ കാറ്റേറ്റ് വെയിലേറ്റ് വിളഞ്ഞപ്പോൾ അവിടുത്തെ കർഷകരത് കൊയ്തെടുത്ത് മെതിച്ച് നെല്ലാക്കി മില്ലിൽ കൊണ്ടേ കുത്തി അരിയാക്കി ചാക്കിൽ കെട്ടി ഗുഡ്സ് ട്രെയിനിൽ കയറ്റി ഹൈദരാബാദ്, സെക്കന്ദരാബാദ്, വിജയവാഡ, സേലം, ഈറോഡ്, കോയമ്പത്തൂർ, പാലക്കാട്, ഒറ്റപ്പാലം, ഷൊർണൂർ, പട്ടാമ്പി, കുറ്റിപ്പുറം, തിരൂര്, താനൂര്, പരപ്പനങ്ങാടി, ഫറോക്ക്, കോഴിക്കോട് സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടുവന്ന അരി അഷ്റഫ് ഖാന്റെ വീട്ടിൽ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അരച്ചിട്ട് രാവിലെ ചുട്ട 3 പത്തല് ഞാൻ തിന്നതിൻ്റെ ഊർജമാണ് എൻ്റെ തൊണ്ടേന്ന് കേൾക്കുന്ന ഈ ശബ്ദം. അപ്പോൾ എൻ്റെ ക്ലാസ് പ്ലസ് ആവുന്നത് ഭാഷ കാലത്തിലൂടെ വന്നതാണ്, എൻ്റെ ശബ്ദോർജം ദേശത്തിലൂടെ വന്നതാണ്. പ്ലസ് എന്താന്ന് പിടികിട്ടിയോ? കാലത്തെയും ദേശത്തെയും അതിൻ്റെ ഗുണങ്ങളെയും ദോഷങ്ങളെയും അതിൻ്റെ സൗന്ദര്യത്തെയും അനുഭൂതിയെയും അതിൻ്റെ അറിവിനെയും അതിൻ്റെ സ്വപ്നങ്ങളെയും കൂട്ടിച്ചേർക്കാൻ കഴിയുന്നവൻ മാത്രമാണ് എ പ്ലസ് ആവുന്നവൻ.
അല്ലാതെ പരീക്ഷയിൽ ഓർമ്മശക്തിയിൽ മാർക്ക് വാങ്ങിയത് കൊണ്ട് മാത്രം താൽക്കാലികമാണത്. താൽക്കാലിക അഡ്മിഷൻ കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. ജീവിതം എന്തെന്നറിയില്ല. അങ്ങനെ ജീവിതം എന്തെന്നറിയണമെങ്കിൽ വളർത്തേണ്ടത് നിങ്ങളുടെ മക്കളുടെ ശരീരത്തെയല്ല. ശരീരത്തെ വളർത്താൻ രക്ഷിതാക്കളെ നിങ്ങൾ സുന്ദരമായ വീടുണ്ടാക്കി ആ വീട്ടിൽ നല്ല ബെഡ് വാങ്ങിയിട്ടിട്ടുണ്ട്. അവനെ ഉറക്കാൻ, അവൻ്റെ ശരീരത്തെ പുഷ്ടിപ്പെടുത്താൻ നല്ല ഭക്ഷണം കൊടുക്കാറുണ്ട്. പണ്ടത്തെ മാതിരിയല്ല, നല്ല ഭക്ഷണമല്ലേ. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഉച്ചക്കെന്താ കറി? ചക്കക്കുരും വെള്ളരിക്കും ഓലൻ. രാത്രിയോ വെള്ളരിക്കും ചക്കക്കുരു ഓലൻ. ഒരേ കറിയായിരിക്കും. നല്ല ഭക്ഷണമില്ല, നല്ല വസ്ത്രമില്ല. സ്കൂൾ പൂട്ടിയാൽ ഇതിലെ വള്ളിയുള്ളൊരു ട്രൗസർ ഉണ്ട്. ഈ ട്രൗസറിൻ്റെ പിൻഭാഗം ഓട്ടയായിരിക്കും. അതിൻ്റെ കാരണം ഞങ്ങൾ അന്നത്തെ പ്രധാനപ്പെട്ട കളി പാളയിലിരുന്ന് വലിക്കല. പാള കീറുമ്പോൾ ട്രൗസറും കീറും. വീട്ടിൽ ആരെങ്കിലും വന്നാൽ നമ്മളെ കാണാൻ വിളിച്ച സ്റ്റാൻഡേർഡ് ടീസായിട്ട് നിൽക്കും, ഓട്ട പൊത്തണ്ടേ. ഇന്ന് എന്തായാലും എത്ര ഡ്രസ്സാണ് നമ്മുടെ മക്കൾക്ക് അല്ലേ, അവൻ്റെ ശരീരത്തെ പൊതിയാൻ. ഞാൻ കണ്ണവം മാനന്തവാടിയിലേക്ക് പോകുന്ന, തലശ്ശേരിയിൽ നിന്ന് മാനന്തവാടിയിലേക്ക് പോകുന്ന വഴിയിൽ കണ്ണവം ഫോറസ്റ്റിൻ്റെ അടുത്തുള്ള തൊടീക്കളം ഗ്രാമത്തിലാണ്. അവിടെ എൻ്റെ വീട്ടിൽ ഞാൻ SLC പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ കരണ്ടില്ല. ചിമ്മിണി വിളക്ക് വെച്ചിട്ടാണ് പഠിച്ചത്. ചിമ്മിണി വിളക്ക് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, കടയിൽ നിന്ന് വാങ്ങുന്ന മുട്ടവിളക്കല്ല കേട്ടോ. അന്ന് ഈ അറ്റത്ത് ബോൾ ഉരുളുന്ന ബോൾ പെന്ന് വരുന്നേ ഉള്ളൂ. മഷി നറിക്കുന്ന നിബ് പെന്ന. അതിന് വേണ്ടിയിട്ട് ക്യാമലിൻ്റെ ബ്രില്ലിൻ്റെ മഷിക്കുപ്പി കൊണ്ടേക്കും. മഷിക്കുപ്പി കാലിയായാൽ അതിൻ്റെ മൂടി കാണിയടി ചോട്ടയാക്കിയിട്ട് അച്ഛൻ്റെ പഴയ കോട്ടം കൊണ്ട് ചെയ്ത് തിരിയാക്കി മണ്ണെണ്ണ ഒഴിച്ച വിളക്ക. ഇതും വെച്ച് മുന്നിൽ വെച്ച് പഠിക്കുമ്പോൾ ഞങ്ങൾക്കൊരു സങ്കടം ഉണ്ടായിരുന്നു, ദേഷ്യം വരും. കാരണം ഈ ചിമ്മിണി വിളക്കിനൊരു തോന്നിയവാസമുണ്ട്, അനുഭവിച്ചവർക്കറിയാം. ഇത് മുന്നിൽ വെച്ചിരിക്കുമ്പോൾ നമ്മൾ ഏത് ഭാഗത്താണോ ഇരിക്കുന്ന ആ ഭാഗത്തേ പുക വരൂ. അപ്പുറത്തിരുന്നാൽ പുക അങ്ങോട്ട് വരും, ഇപ്പുറത്തിരുന്നാൽ പുക ഇങ്ങോട്ട് വരും. എറിഞ്ഞ് പൊളിക്കാൻ തോന്നും. എന്താ നമ്മളോട് ഇത്ര വിരോധമെന്ന് പിന്നെ മനസ്സിലായത്. ശ്വാസോച്ഛ്വാസത്തിൻ്റെ ചലനമുള്ള വായുവിൽ മർദ്ദം കുറയും. ചലനമുള്ള വായുവിൽ മർദ്ദം കുറയുമ്പോൾ ന്യൂനമർദ്ദത്തിലേക്ക് കാറ്റടിക്കുന്നത് കൊണ്ടാണ് പുക ഇങ്ങോട്ട് വരുന്നതെന്ന് പിന്നെ അതിൻ്റെ ശാസ്ത്രം പഠിച്ച് ദേഷ്യം വരും. എന്നാൽ ഇന്നത്തെ കുട്ടികൾ CFL LED ബൾബുകൾ എത്രയാണ് പുറത്ത് വെളിച്ചം. ശരീരത്തിന് ആവശ്യമായതെല്ലാം നമ്മൾ ഒരുക്കി കൊടുത്തു. അവൻ്റെ മനസ്സിനോ? അതാണ് ചോദ്യം. അവൻ്റെ വികാരങ്ങൾക്കോ അവൻ്റെ ചിന്തകൾക്ക് ആവശ്യമായത് എന്തൊക്കെ ഒരുക്കി കൊടുത്തോ? ഇതാണ് ചോദ്യം. പട്ടണത്തിൽ പോയിട്ട് ഇപ്പൊ ബക്രീദ് വരാൻ പോവാ, ഓണം കഴിഞ്ഞു, ഓണം വരാൻ പോവാ, വിഷു കഴിഞ്ഞു, ക്രിസ്മസ്, ഇതിനൊക്കെ ഒരു 10,000, 20,000, 30,000 രൂപ പൊട്ടിക്കും. എന്നിട്ട് സാധനങ്ങൾ വാങ്ങി വരും. വരുന്ന കൂട്ടത്തിൽ വീട്ടിൽ പഠിക്കുന്നൊരു പയ്യനുണ്ടല്ലോ, 10,000 രൂപയുടെ 1%, ഒരു 100 രൂപയെങ്കിലും ഒരു ബുക്ക് സ്റ്റാൾ കയറി പുസ്തകത്തിന് ചെലവഴിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? കൈവക്ക്. 1, 2, 10% ഇല്ല. നിങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്ന ഭക്ഷണ സാധനം ഉണ്ടല്ലോ, ആ സാധനം പിറ്റേന്ന് രാവിലെ ഫ്ലഷ് അമർത്തിയപ്പോൾ പാതാളത്ത് പോയില്ലേ? പോയി. പക്ഷെ നിങ്ങൾ വാങ്ങിക്കൊണ്ടു വന്ന പുസ്തകമോ? മക്കളെയും കൂട്ടി ടൂർ പോകാറുണ്ട്, കല്യാണത്തിന് പോകാറുണ്ട്, ഉത്സവത്തിന് പോകാറുണ്ട്, ഉറൂസിന് പോകാറുണ്ട്, പെരുന്നാളിന് പോകാറുണ്ട്, എല്ലാറ്റിനും പോകാറുണ്ട്. ആ പോകുന്ന പോക്കല്ലേ മാസത്തിൽ ഒരു ദിവസം മക്കളെയും കൂട്ടിയിട്ട് ഒരു വായനശാലയിൽ പോകുന്ന എത്ര ആളുണ്ടെന്ന് കൈവക്ക്. ഇതാ പ്രശ്നം. ഒരാളെ കൈവക്കിയത്. മക്കളെയും കൂട്ടി പോകേണ്ട സ്ഥലമല്ലേ അത്? അവൻ്റെ മനസ്സിനെ വളർത്താൻ നിങ്ങൾ എന്തു ചെയ്തു എന്നാ ചോദ്യം. പാഠപുസ്തകം മാത്രം, ഞാൻ പറഞ്ഞല്ലോ 1000-1 പാഠപുസ്തകത്തിലുള്ളൂ. നിങ്ങളറിയണം, സ്കൂളിൽ നിന്ന് ടീച്ചർ പറഞ്ഞു കൊടുത്ത കണക്ക് തെറ്റാണെന്ന് തെളിയിച്ചൊരു മഹാനുണ്ട് കേരളത്തിൽ. ആ മഹാനാണ് അയാളാണ് കേരളത്തിൽ കണക്കിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഐക്യമുള്ള ആള്. 1, 1, 2 എന്ന ആ സ്കൂളിൽ നിന്ന് ടീച്ചർ പറഞ്ഞു കൊടുക്കല്. എന്നാൽ 2 പുഴ ഒന്നിച്ചു ചേർന്നപ്പോ ഒരു പുഴ അങ്ങന്ന് വരുന്നു, ഒരു പുഴ ഇങ്ങന്ന് വരുന്നു. 2 പുഴയും ചേർന്നപ്പോ 2 പുഴ പിന്നെ ഉണ്ടാകുന്നില്ല, വലിയ പുഴയെ ഉണ്ടാകുന്നുള്ളൂ എന്ന സത്യം കണ്ടെത്തിയ ആള് ഈ ജൂലൈ 5-ന് മരണപ്പെട്ട വൈക്കം മുഹമ്മദ് ബഷീർ. 1 കൂട്ടിയാൽ ഇമ്മിണി വലിയൊന്ന് എന്ന് കണ്ടെത്തിയതാണല്ലോ കേരളത്തിൽ ഏറ്റവും ഐക്യു ഉള്ള മാത്സ്. അതാണ്. അത് കണ്ടെത്താൻ പാഠപുസ്തകം മാത്രം പോരാ. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി വീട്ടിലെത്തിയിട്ട് അമ്മയോട് ചോദിക്കുക, അമ്മേ 1 വലുത് 2 വലുത്? മാഷ് പറയാ 1-നേക്കാൾ വലുത് 2 ആണെന്ന്.
ഒന്നിനേക്കാൾ വലുത് രണ്ടാണെന്ന്. ആ അതല്ലേ മാഷ് പറഞ്ഞല്ലേ ശരി. അപ്പൊ അമ്മേന്റെ ഒന്നാമത്തെ മോനാരാ? നിന്റെ ഏട്ടൻ. രണ്ടാമത്തോ നീ? ആരാ വലുത്? ഏട്ടനല്ലേ. അപ്പൊ വീട്ടിലെത്തുമ്പോ ഒന്നാ വലുത്, സ്കൂളെത്തുമ്പോൾ രണ്ടാ വലുത്. അതെന്ത് കണക്കാമേ? അത് ചോദിച്ച കുട്ടിക്ക് ഒരു അവാർഡ് കൊടുക്കണ്ടേ? വീട്ടിലെത്തുമ്പോൾ ഒന്നാ വലുത്, സ്കൂളിലെത്തുമ്പോൾ രണ്ടാ വലുത്. അതെന്താ അത്? എന്തിന് ഈ ഇത്രയും ബുദ്ധിയുള്ള കുട്ടികളെ നിങ്ങൾ ഈ A+, ഫുൾ A+ എന്നതിൽ കെട്ടിപ്പൂട്ടിയിടുന്നു? എന്തൊക്കെ പറയാനുണ്ട്, എന്തൊക്കെ ചോദിക്കാനുണ്ട് കുട്ടികൾക്ക്. അവൻ്റെ ബുദ്ധി മനസ്സാ വളർത്തേണ്ടത്. അതിൻ്റെ സാഹചര്യം കുടുംബത്തിൽ ഉണ്ടാക്കിയെടുക്കണം. ശരീരം മൃഗത്തിൻ്റെതാ. നമുക്കും മൃഗത്തിനും ശരീരഘടനയിൽ വ്യത്യാസമുണ്ടോ? മൃഗത്തിനും 2 കണ്ണ്, നമുക്കും 2 കണ്ണ്. മൃഗത്തിനും 2 കാത്, നമുക്കും 2 ചെവി. മൃഗത്തിനും മൂക്കിന് 2 ദ്വാരം, നമുക്കും മൂക്കിന് 2 ദ്വാരം. മൃഗത്തിനും ചോരക്ക് നിറം ചോപ്പ്, നമുക്കും ചോരക്ക് നിറം ചോപ്പ്. മൃഗത്തിനും അസ്ഥിക്ക് നിറം വെള്ള, നമുക്കും അസ്ഥിക്ക് നിറം വെള്ള. മൃഗങ്ങൾ ശ്വസിക്കുന്നു ഓക്സിജൻ, നമ്മൾ ശ്വസിക്കുന്നു ഓക്സിജൻ. മൃഗങ്ങൾ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, നമ്മൾ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ്. എന്താ വ്യത്യാസം? ശരീരം കൊണ്ട്, അനാട്ടമി കൊണ്ട് മനുഷ്യനും മൃഗവും തമ്മിൽ എന്താ വ്യത്യാസം? കുട്ടികളോട് ചോദിച്ചാൽ, സ്കൂളിൽ പോയാൽ കുട്ടികളോട് തന്നെ പറയും 3 വ്യത്യാസം. ഒന്ന്, മൃഗത്തിന് കൊമ്പുണ്ട്, നമുക്ക് കൊമ്പില്ല. മൃഗത്തിന് വാലുണ്ട്, നമുക്ക് വാലില്ല. മൃഗത്തിന് 4 കാലുണ്ട്, നമുക്ക് 2 കാലാണ്. ഈ 3 വ്യത്യാസം അറിയാം. ഞാനപ്പോൾ കുട്ടികളോട് ചോദിക്കും, എല്ലാ മൃഗത്തിനും കൊമ്പുണ്ടോ? കൊമ്പുള്ള മൃഗമുണ്ട്, കൊമ്പില്ലാത്ത മൃഗമുണ്ട്. നമ്മൾ കൊമ്പില്ലാത്ത മൃഗ, അത് വ്യത്യാസമല്ല. എല്ലാ മൃഗത്തിനും വാലുണ്ടോ? വാലില്ലാത്ത ചിമ്പൻസിയില്ലേ, ഒറാങ്കുട്ടനില്ലേ, ഗൊറില്ലയില്ലേ? അതിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ ആയതുകൊണ്ട് നമുക്കും വാലില്ല എന്നേ ഉള്ളൂ. അല്ലാതെ വാലില്ലാത്തതാണോ വ്യത്യാസം? അല്ല. കാല്, കുട്ടികളോട് ചോദിക്കും, ഇവിടെ ആരെങ്കിലും ആദ്യം തന്നെ 2 കാലിൽ നടന്നവരുണ്ടോ? നമ്മളെല്ലാം ആദ്യം നടന്ന 4 കാലിലായിരുന്നു. പിന്നീട് ജംബോ സർക്കസിലെ ആന 2 കാല് ഉയർത്തി കയ്യാക്കി പിടിച്ച പോലെ നമ്മളും പല കുറി വീഴുമ്പോൾ നടക്കാൻ പഠിച്ചു, പലവട്ടം കരയുമ്പോൾ ചിരിക്കാൻ പഠിച്ചതാ. നമുക്കും 4 കാലാ. കാലെന്ന വാക്കുണ്ടായത് 4 ആയതുകൊണ്ടാ. നിങ്ങൾ ഇരിക്കുന്ന കസേരക്ക് 4 കാലാണ്, ടീപ്പോയ്ക്ക് 4 കാലാണ്, മേശക്ക് 4 കാലാണ്, ബെഞ്ചിന് 4 കാലാണ്. 4 മൂലക്ക് കാലില്ലേ നിൽക്കൂല. കാല് 4 ഒരു സെറ്റാണ്. അപ്പൊ ഒരു കാല് 4-ൽ 1 4-ൽ 1 കണക്കിന്റെ ടീച്ചർ പഠിപ്പിച്ചത് 1/4, 1/4. 1/4 അല്ലേ കാല്. കാലിന് കാലെന്ന് പേര് വന്നത് 4-ൽ 1 ആയോണ്ടാ. കാലും കാലും കൂട്ടിയാൽ അരയാണ്. ഇതാ എൻ്റെ ഒരു കാല് പ്ലസ് മറ്റേ കാല് സമയം, ഇതല്ലേ അര. 2 കാല് കൂട്ടുന്ന കൊണ്ടാണ് അരയായത്. വാക്കുകൾ വന്നതിനൊരു കാരണമുണ്ട്. എൻ്റെ നാട്ടിൽ ഈ സാധനത്തിന് പറയാ വിറതാങ്ങി എന്നാ. വിറതാങ്ങി. പ്രസംഗിക്കുന്ന ആൾക്ക് വിറക്കുന്നുണ്ടെങ്കിൽ താങ്ങി പിടിക്കുന്നത് കൊണ്ട് വിറതാങ്ങി. ഈ ഹാളിന്റെ ചുമരിന് ചുമരെന്ന് പേര് വരാൻ കാരണമുണ്ട്. വെറുതെ ഒരു ചുമർ എന്ന വാക്കുണ്ടായതല്ല. മേൽക്കൂരിയെ ചുമന്ന് നിൽക്കുന്നതാണ് ചുമര്. ദോശക്ക് ദോശ എന്ന് പേര് വരാൻ വെറുതെ ഇട്ടതല്ല പേര്. ദോ എന്ന് പറഞ്ഞാൽ 2 ഹിന്ദിയിൽ. തട്ടിൽ ഒഴിക്കുമ്പോഴും മറച്ചിടുമ്പോൾ ദോശ, അങ്ങനെയാണ്. അതാണ് ഇത്. ഞാനൊരു സ്കൂളിൽ പറഞ്ഞപ്പോൾ ഒരു പയ്യൻ എഴുന്നേറ്റ് ചോദിക്കുക, എന്നാൽ പൊറോട്ടക്ക് എങ്ങനെയാ പൊറോട്ട എന്ന് പേര്? പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നല്ല പൊറോട്ടയാ, ഉയർത്തിപ്പിടിച്ചു നോക്കുക, അതിൻ്റെ 2 പൊറോട്ടയായോണ്ടെന്ന് പറഞ്ഞു. അല്ലേ? പുതപ്പിനെങ്ങനെ പുതപ്പ് എന്ന് പേര് വന്നു? നിങ്ങൾ പുതച്ചാ ഒന്ന് മറിഞ്ഞു കിടക്കുമ്പോൾ പുതപ്പങ്ങ് പോവും. തണുപ്പ് വരുമ്പോൾ ടോർച്ചടിച്ച് നോക്കുവോ? കൊതുകടിക്കുമ്പോൾ ലൈറ്റ് ഇട്ട് നോക്കുവോ? കൈകൊണ്ട് കാലുകൊണ്ട് തപ്പും, പിന്നെയും പോവും. തപ്പ് പോ, തപ്പ് പോ, തപ്പ് പോ, തപ്പ്. വാക്കുകൾ വെറുതെ ഉണ്ടാവുന്നില്ലെന്നർത്ഥം. മനുഷ്യനും നാൽക്കാലിയാണ്. അപ്പോ വാലും കാലും കൊമ്പും കൊണ്ട് നമ്മൾ വ്യത്യസ്തരല്ല. ശരീരം കൊണ്ട് നമ്മൾ മൃഗങ്ങളെക്കാൾ താഴെയാണെന്ന് ഓർമ്മിപ്പിക്കുക മക്കളെ, ഓർമ്മിപ്പിക്കുക. കാരണം ഒരു മൃഗവും മാസ്ക് ഇട്ടിട്ടില്ല, എന്നിട്ട് ഒന്നിനും കോവിഡ് വന്നിട്ടില്ല. മഴ കൊണ്ടിട്ട് ഒന്നിനും ജലദോഷവും വൈറൽ ഫീവറും വരുന്നില്ല, നമുക്ക് വരുന്നു. പശു പ്രസവിച്ച പശുക്കുട്ടി 1/2 മണിക്കൂർ കൊണ്ട് എഴുന്നേറ്റ് ഓടും. നിങ്ങൾ ആരെങ്കിലും പ്രസവിച്ചിട്ട് 1/2 മണിക്കൂർ കൊണ്ട് ഓടിയ മക്കളുണ്ടോ? 6 മാസം കഴിഞ്ഞു കമിഴ്ന്ന് കിടക്കാൻ. LKGയിൽ അംഗൻവാടിയിൽ അയക്കുമ്പോൾ 3 വയസ്സ്, 3-ാമത്തെ വയസ്സിൽ പശു പ്രസവിച്ചിട്ടൊരമ്മയാണ്, മുലയൂട്ടുന്ന അമ്മ. നമ്മളെ കുട്ടിയോ? പശുവിന് തിന്നാൻ കൊടുക്കുന്ന ഭക്ഷണം എന്തെങ്കിലും നല്ലതാണോ? പശുവിനെ കറന്ന പാല് കൊണ്ട് പാൽപ്പായസം വെച്ചിട്ട് 1 ഗ്ലാസ് പാൽപ്പായസം പശുവിന് കൊടുക്കാറുണ്ടോ? കൊടുക്കും ചില ആളുകൾ. ബാക്കി വന്നിട്ടുണ്ട് 2-3 ദിവസം ഫ്രിഡ്ജിൽ വെക്കും. തീരെ പുളിച്ച പശുവിന്. നല്ലൊരു വെള്ളരിക്ക ഇതുവരെ ആരും പശുവിന് കൊടുത്തിട്ടുണ്ടോ? വെള്ളരിക്ക കെട്ടാ പശുവിന്. ചോറ് പുളിച്ചാൽ, കറി നാറിയാൽ, കെട്ടത് നാറിയത് പുളിച്ചതെല്ലാം പശുവിന്. എന്നിട്ട് പശുവിൻ്റെ ചാണകം നമുക്ക് കൈകൊണ്ട് വാരി കൃഷിക്കിടാൻ ഒരു മടിയില്ല. ആ ചാണകം വേണം. അമ്പലത്തിലെ ഉത്സവത്തിന് ശുദ്ധികർമ്മത്തിന് ചാണകം വേണം.
സിമെന്റ് വരുന്നതിന് മുമ്പ് മലയാളിയുടെ വീടിൻ്റെ അകം ശുദ്ധി ചെയ്തത് ചാണകം കൊണ്ടായിരുന്നു. ചാണകം ഉണക്കി കത്തിച്ചതാണ് നെറ്റിയിൽ തൊടുന്ന ഭസ്മം. കൊടുക്കുന്നതെല്ലാം അതിൻ്റെ ഇൻപുട്ടെല്ലാം വൃത്തികെട്ടതാണ്, അതിൻ്റെ ഔട്ട്പുട്ട് വൃത്തിയാക്കുന്നതാണ്. നമ്മൾ കഴിക്കുന്നതെല്ലാം വൃത്തിയുള്ളതാണ്. നമ്മുടെ ഇൻപുട്ട് എത്ര വൃത്തിയായാലും ഔട്ട്പുട്ട് എന്തെങ്കിലും തളിക്കാൻ പറ്റിയുണ്ടോ? ഇല്ല. അതുകൊണ്ട് എന്താ വളർത്തണ്ടേ ആലോചിക്കുക. ശരീരത്തെ വളർത്തുന്ന മൃഗങ്ങളാവരുത് രക്ഷിതാക്കൾ, മനസ്സിനെ വളർത്തുന്ന മനുഷ്യരാവുക. ആ മനസ്സിനെ വളർത്തുമ്പോൾ ഏഴ് കാര്യങ്ങൾ വളരാനുണ്ട്. അതിലൊരു കാര്യം മാത്രമേ സ്കൂളിൽ നിന്ന് വളരൂ. ആ കാര്യം ഇൻ്റലിജൻസ് ക്വഷ്യൻ്റ്, IQ ആണ്. IQ ആണ് സ്കൂളിൽ നിന്ന് വളരുന്നത്. ബാക്കി 6 കാര്യം നിങ്ങൾ വളർത്തേണ്ടതാണ്. ആ 6 കാര്യമാണ് പറയാനാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നത്. ഇത്രയാണ് എൻ്റെ ക്ലാസ്സിൻ്റെ ആമുഖം. ഇനി ക്ലാസ്സിലേക്ക് കടക്കാം. എന്താ ഓക്കെ. ഈ 7 Q ഉണ്ട് നമ്മുടെ കുട്ടികൾക്ക്. അതാണ് വ്യക്തിത്വ പൂർണ്ണത എന്ന് പറയുന്നത്. ആ 7 Q എന്താന്ന് നോക്കാം. IQ ഞാൻ പറഞ്ഞു, സ്കൂളിൽ നിന്ന് കുട്ടികൾ പാഠപുസ്തകങ്ങളിലൂടെ ടീച്ചർമാരുമായിട്ടുള്ള ഡിസ്കഷനിലൂടെ ചോദ്യം ചോദിക്കലിലൂടെ ഉത്തരം കണ്ടെത്തലിലൂടെ, ഉത്തരം പഠിക്കലല്ല ഉത്തരത്തിലെത്തണം. IQ ആയി മാറണമെങ്കിൽ ഓർമ്മശക്തിയും IQ-യും രണ്ടും രണ്ടാണ്. ഓർമ്മശക്തിയും IQ-യും ഒന്നല്ല. A+ കിട്ടിയ കുട്ടിക്ക് ഓർമ്മശക്തി നന്നായിട്ടുണ്ടാവും, പക്ഷെ IQ ഉണ്ടാവുന്ന ഉറപ്പുണ്ടോ? ഞാൻ ഉദാഹരണം പറയാം. ഈ ടാനെ കോസ് എന്ന് പറഞ്ഞൊരു കണക്ക് പഠിച്ചു നമ്മൾ സ്കൂളിൽ നിന്ന്. എന്തിനാ ഇത് പഠിച്ചതെന്ന് ഇതുവരെ എനിക്ക് പിടികിട്ടിയില്ല. ജീവിതത്തിൽ എന്താ അതിന് ഉപകാരമൊന്നും എനിക്ക് ബോധ്യമായിട്ടില്ല. അത് തുടർന്ന പഠനത്തിന് വേണ്ടി വരും. അത് ജീവിതവുമായി കണക്ട് ചെയ്യുമ്പോൾ മാത്രമേ, ആവശ്യാധിഷ്ഠിതമായിട്ട് അറിവിനെ മാറ്റുമ്പോൾ മാത്രമേ IQ ആവുന്നുള്ളൂ. അതാണ് ജീവിതവുമായി കണക്ട് ചെയ്യണ്ടേ. അങ്ങനെ IQ, ഞാനൊരു ഉദാഹരണം പറയാം. തേനുണ്ടാക്കുന്നത് ആരാ? തേനീച്ചയല്ല. ഇതുവരെ തേനീച്ച ഒരു തുള്ളി തേനുണ്ടാക്കിയിട്ടില്ല. തേനുണ്ടാക്കാൻ പൂക്കൾക്ക് മാത്രമേ കഴിയൂ. ഈ ഭൂമിയിൽ കോടാനുകോടി പൂക്കളിലും തേനുണ്ട്. മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിക്കുന്നതിനും കോടിക്കണക്കിന് വർഷം ഈ ഭൂമിയിൽ പൂക്കളുണ്ട്, തേനുണ്ട്. ആ തേനെല്ലാം തേനീച്ച കുടിക്കുന്നില്ല. എന്നിട്ടും ആ തേന് എല്ലാം ഭൂമിയിൽ പൂക്കളുടെ കൂടെ ഭൂമിയിൽ തൂവിപ്പോയിട്ടും എന്തേ ഭൂമിക്ക് മധുരമില്ലാത്തത്? തേന് 2 ദിവസം കൊണ്ട് കിട്ടുമോ? 2 ദിവസമേ തേന് നിൽക്കൂ. പക്ഷെ നമുക്ക് കിട്ടുന്ന തേന് ഏറെക്കാലം നിൽക്കുന്നു. ഔഷധ ഗുണമുണ്ട്, അതിന് നല്ല മധുരമുണ്ട്. എങ്ങനെ? പൂവിൽ നിന്ന് തേന് ശേഖരിച്ച തേനീച്ച അത് അപ്പടി തേൻവലയിൽ കൊണ്ടുപോയി വെച്ചിരുന്നുവെങ്കിൽ 2 ദിവസം കൊണ്ട് ആ തേന് കെട്ടുപോകുമായിരുന്നോ? പക്ഷെ തേനീച്ച ആ തേന് ശേഖരിച്ച് തൻ്റെ എൻസൈമുകൾ ചേർത്ത് ദഹിപ്പിച്ചിട്ട് സ്വന്തം തേനാക്കി മാറ്റിയിട്ടാണ് തേൻവലയിൽ കൊണ്ടുപോയി വെക്കുന്നത്. അതുകൊണ്ട് അത് നല്ല ഔഷധമാകുന്നു, മധുരമുണ്ട്, ഏറെക്കാലം നിൽക്കും. പൂവെന്ന് പറയുന്നത് പുസ്തകങ്ങളാണ്, തേനെന്ന് പറയുന്നത് അറിവുകളാണ്, തേനീച്ച എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളാണ്. അറിവ് സമ്പാദിച്ചിട്ട് അപ്പടി തലച്ചോറിൻ്റെ മടക്കുകളുടെ വലയിൽ കൊണ്ടുപോയി വെക്കരുത്. ഓർമ്മശക്തിയല്ല, അത് സ്വന്തമായ അനുഭവങ്ങളും സ്വന്തമായ യുക്തിയും സ്വന്തമായ ചിന്തയും സ്വന്തമായ വികാരങ്ങളും ചാലിച്ചിട്ട് അത് സ്വന്തം അറിവാക്കി മാറ്റുമ്പോഴാണ് അത് അവന് ജീവിതത്തിൽ ഉപകാരപ്പെടുന്നത്. അതുകൊണ്ട് ഒന്നുകൊണ്ടറിയണം, 2ന്റെ ബലാബലം. താൻ അറിയുന്നതുമായി കണക്ട് ചെയ്തിട്ട്, തൻ്റെ ജീവിതവുമായി കണക്ട് ചെയ്തിട്ട് ഓരോ അറിവിനെയും സ്വാംശീകരിക്കാൻ മക്കളെ പഠിപ്പിക്കുക. അപ്പോഴാണ് IQ ഉണ്ടാവുന്നത്. IQ വിടാം, അത് സ്കൂളിൽ മാഷന്മാർക്ക് വിട്ടുകൊടുക്കാം, ടീച്ചർമാർക്ക് വിട്ടുകൊടുക്കാം. അടുത്ത EQ ആണ്. EQ, ഇമോഷണൽ ക്വഷ്യൻ്റ് വേണം കുട്ടികൾക്ക്. എന്താണ് ഇമോഷണൽ ക്വഷ്യൻ്റ്? വൈകാരികമായ പക്വത. എപ്പോൾ ചിരിക്കണം, എപ്പോൾ ചിരിക്കരുത്, എപ്പോൾ കരയണം, എപ്പോൾ കരയരുത്, എപ്പോൾ ദേഷ്യം വരണം, എപ്പോൾ ദേഷ്യം വരരുത് എന്ന് കുട്ടികൾ അറിയണം. ഇതറിയാത്ത തലമുറ വളർന്നു വരിക. ചെറിയ ആവശ്യത്തിന് വലിയ ദേഷ്യം വരുന്നു, എന്നാൽ വലിയ ആവശ്യത്തിന് ഒട്ടും ദേഷ്യമില്ല. പെട്ടെന്ന് ചൂടാവുക. ഈ നാട്ടിലുള്ള സംഭവങ്ങൾ ഇപ്പം നോക്കൂ നിങ്ങൾ. സുഹൃത്തുക്കൾ തമ്മിൽ കത്തിയെടുത്ത് കൊത്തുന്നു, ബോംബെടുത്തെറിയുന്നു. തൻ്റെ കുഞ്ഞിനെ പല്ല് തേക്കാതെ ഭർത്താവ് ചുംബിച്ചു. അതിൻ്റെ പേരിൽ ഭാര്യ വഴക്ക് പറഞ്ഞു. ഉടൻ തന്നെ കൊടുവാളെടുത്ത് ഭാര്യയെ വെട്ടിക്കൊന്നു. മിഞ്ഞാന്നത്തെ പത്രത്തിലെ വാർത്തയാ. എന്താ ആലോചിച്ചു കേട്ടെ, എന്താ കഥ?
എന്താ കാരണം? ടെമ്പർമെന്റ് സ്പീഡാണ്. പെട്ടെന്ന് ദേഷ്യം വരിക. അതിനെ കൺട്രോൾ ചെയ്യാൻ പഠിപ്പിച്ചിട്ടില്ലേ കാര്യമില്ലല്ലോ. 7 കടലും കടന്നിട്ട് ആ 10 വർഷം അമേരിക്കയിൽ ജോലി ചെയ്ത സമ്പാദ്യം മുഴുവൻ നാട്ടിൽ അയച്ചു കൊടുത്തു, വെസ്റ്റേൺ യൂണിയനിൽ അയച്ചു കൊടുത്തു, കൊട്ടാര സദൃശമായ വീട് കൊടുത്തു. അങ്ങനെ ഗൃഹപ്രവേശത്തിനതാ അവൻ ആദ്യമായിട്ട് വരികയാണ്. 7 കടലും കടന്ന് ദുബായിൽ വന്ന് അവിടുന്ന് നേരെ കോഴിക്കോട് വിമാനത്താവളത്തിൽ വന്നിറങ്ങി വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിൻ്റെ മുന്നിലെ തോട്ടിൽ ഒലിച്ചുപോയി. കാര്യമുണ്ടോ? വീട്ടിൻ്റെ മുന്നിലെ തോട്ടിൽ ഒലിച്ചുപോയി. 7 കടലും കടന്നിട്ടാ വരുന്നത്. പക്ഷെ വീട്ടുമുറ്റത്തെ തോട്ടിൽ ഒലിച്ചു പോയിട്ട് കാര്യമില്ല. അതുപോലെയാണ് എല്ലാം പഠിച്ചു. അവസാനം ഒരു ചെറിയ നിമിഷ നേരത്തെ വികാര കൊണ്ട് അവന്റെ ജീവിതം തകർന്നില്ലേ? ആ കുട്ടി അനാഥമായില്ലേ? അവന്റെ കുട്ടി, ആ മുത്തം കൊടുത്ത കുട്ടി അമ്മയില്ലാതെ കുട്ടിയായി, അച്ഛൻ ജയിലിലുമായി, ജീവിതം തകർന്നു. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ബുദ്ധിശക്തി മാത്രം പോരാ, വൈകാരികമായ പക്വത വേണം. ഇതാരുണ്ടാക്കി കൊടുത്ത? വൈകാരിക പക്വത ഉണ്ടാക്കാൻ ആരംഭിച്ചത് അവൻ ജനിക്കുന്നതിന് മുമ്പാണെന്ന് നിങ്ങൾ അറിയുക. ജനിക്കുന്നതിന് മുമ്പ് ഒരു കുട്ടിയുടെ താളബോധം, ഒരു താളബോധമുണ്ട്. നടത്തത്തിനൊരു താളമുണ്ട്, ഭക്ഷണത്തിനൊരു താളമുണ്ട്. താളബോധങ്ങളുടെ പൊരുത്തമാണ്. എൻ്റെ താളവും നിന്റെ താളവും നമ്മുടെ താളമാക്കാൻ അറിയുമ്പോഴാണ് കുട്ടിക്ക് സാമൂഹ്യ ബന്ധമുണ്ടാകുന്നത്. അതിലേക്ക് ഞാൻ വരാം. എങ്ങനെയാണ് താളബോധം രൂപപ്പെടുന്നത്? കണ്ണ് തുറക്കുന്നത് ജനിച്ചാലാണ്, കാതും മൂക്ക് കൊണ്ട് മണക്കുന്നത് ജനിച്ചാലാണ്, ത്വക്ക് കൊണ്ട് സ്പർശിക്കുന്നത് ജനിച്ചാലാണ്. പക്ഷെ കാത് മുളക്കുന്നതോ ജനിക്കുന്നതിന് മുമ്പാണ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കും 5-ാം മാസം കാത് മുളക്കും കുട്ടിക്ക്. ആ സമയത്ത് കേൾക്കുന്ന താളമാണ് അവൻ്റെ താളം. അതുകൊണ്ട് പഴയ തലമുറയിൽപ്പെട്ട അമ്മമാര് ഗർഭിണികളോട് അധ്വാനിക്കാൻ പറഞ്ഞിരുന്നത് എന്തിനാ? അമ്മിയിലിട്ട് അരക്കാൻ പറഞ്ഞത്, ഉരലിട്ട് കുത്താൻ പറഞ്ഞത് കീറില്ലാത്ത പേറിനല്ല, സിസേറിയൻ ഒഴിവായി കിട്ടാൻ വേണ്ടി മാത്രമല്ല. ആ താളം കുട്ടി കേൾക്കുന്നുണ്ട്, ആ പാട്ട് കുട്ടി കേൾക്കുന്നുണ്ട്. അമ്മിയുടെ താളം കുഞ്ഞിനു തീറ്റ കൊടുത്തുകൊണ്ടേ ചിലർ കുട്ടിയോളെ കൂടെ നടത്തിക്കൊണ്ടേ, ഉതിർമണി ഒന്നു കോറിച്ചുകൊണ്ടേ കൈകൾ ഊഞ്ഞാലായത്തിൽ വീശിക്കൊണ്ടേ. ഊഞ്ഞാലിൻ്റെ താളം അത് കുട്ടിക്കറിയുന്നു. നെല്ല് കുത്തുന്ന താളം, നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തു പണിയാണെടോ, ഞങ്ങളുടെ നാട്ടിലൊക്കെ നെല്ല് കുത്തലാണെടോ. നെല്ല് കുത്തലെങ്ങനാടി മോതിരക്കൂറത്തി, നെല്ല് കുത്തലിങ്ങനെ പിന്നിങ്ങനെ. ഈ താളം കേട്ട കുട്ടിക്ക് പഴയ പാട്ടിഷ്ടാണ്, പക്വതയുണ്ട്. ഇന്ന് ആരെങ്കിലും അമ്മിയിലിട്ടരക്കോ? ഒരലിട്ട് കുത്തുവോ? ഡോക്ടറെ കാണിക്കാൻ പോയാൽ ഉടനെ ഡോക്ടർ പറയും അനങ്ങരുത്, ബെഡ് റെസ്റ്റാണ്. അങ്ങോട്ട് നല്ല ഉഷാറ് പോവും. ഇങ്ങോട്ട് വരുമ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് വൈക്കോലും വണ്ടി വരുമ്പോൾ വരുക, തട്ടാണ്ട് മുട്ടാണ്ട് പേടിച്ചിട്ടാ നടക്കുക. കാരണം ഇവക്ക് പേടിയാ. ഇവള് പെറ്റ കുട്ടി ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ദേഷ്യം വരുന്നു, കത്തിയെടുത്ത് കുത്തുന്നു. കാരണം ഇവൻ കേട്ട താളം അമ്മീൻ്റെ അല്ല, ഒരലിൻ്റെ അല്ല, സ്വിച്ച് ഇടുമ്പോൾ റേസ് ആവുന്ന മിക്സിയാ. ഇതാണ് പുതിയ കുട്ടികളുടെ ടെമ്പർമെന്റ് അല്ലേ? അമ്മിയിലിട്ട് അരച്ച അമ്മ പെറ്റ മോനോട് കാനന ചായയിലാടുമയ്ക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. അവന്റെ മറുപടി അമ്മിയുടെ താളത്തിലാ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. ഊറ്റി വലുതാക്കി അച്ഛൻ അമ്മയൊന്നും മറക്കരുത്. നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം, ഇന്നു വേണ്ടിന്നു വേണ്ടോ മലാളെ. എന്നാൽ മിക്സിയുടെ താളമുള്ള കുട്ടിയവനോട് ഇന്നൊരു കുട്ടി ഇതേ ചോദ്യം ചോദിക്കുന്നു, ഞാനും വരട്ടെ ഞാനും വരട്ടെ ആടുമേയ്ക്കാൻ കാടിനുള്ളിൽ. മറുപടി ഒരു പുന്നാരേ ഒരു പുന്നാരേ. കാലത്തിന്റെ താളം മാറുന്നതിന് കണക്കായി പാട്ടിറങ്ങിയില്ലേ? അവന്റെ വൈകാരികമായ ശേഷി. കരയണം, നമ്മുടെ മക്കൾ കരയണം. എപ്പോ? മറ്റുള്ളവരുടെ ദുഃഖം കണ്ടിട്ട് അവൻ കരയുന്നത് കണ്ടാൽ നിങ്ങൾ അഭിമാനിക്കുക. കരഞ്ഞ മോശമൊന്നുമല്ല. ചിരിക്കണം, പുഞ്ചിരിക്കണം, ദേഷ്യം വരണം ആവശ്യമുള്ളിടത്ത് മാത്രം. ഈ സ്ത്രീകൾക്ക് ഹാർട്ട് അറ്റാക്ക് വളരെ കുറവല്ലേ? പുരുഷന്മാർക്കല്ലേ അധികം ഹാർട്ട് അറ്റാക്ക് വരുന്നത്? അന്ത സ്ത്രീകൾക്ക് ഹൃദയമില്ലേ? ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് വരാത്ത? അലിയും,
കരയാനുള്ള ഒരു ചാൻസും കളയില്ല എൻ്റെ നാട്ടിലൊന്നും. സ്ത്രീകൾ ഒരു മരണപ്പെട്ട വീട്ടിൽ മിനിമം 5 ട്രിപ്പ് കരയും. മരിച്ച ഉടനെ ഒന്ന് കരഞ്ഞു, എന്നിട്ട് സമാധാനമായി കട്ടക്കാപ്പി കുടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അനുജത്തി വന്ന്. അവൾ കരയുമ്പോൾ കൂടെ കരഞ്ഞു കൊടുക്കണ്ടേ? കുറച്ച് കഴിഞ്ഞപ്പോൾ സഹോദരൻ വന്ന്, അവനെ കാണുമ്പോൾ ഒന്ന് കരഞ്ഞ്, അവസാനം കുളിപ്പിക്കാൻ എടുക്കുമ്പം കരഞ്ഞ്, കുഴിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ കരഞ്ഞ്. പുരുഷന്മാർക്ക് സങ്കടമില്ലേ? സങ്കടത്തിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ല, എല്ലാവർക്കും ഒരുപോലെയാണ് സങ്കടം. പക്ഷേ സങ്കടം പ്രകടിപ്പിക്കൽ എങ്ങനെ? അതാ ചോദ്യം. സങ്കടം പ്രകടിപ്പിക്കാൻ പ്രകൃതി നമുക്ക് ഒറ്റൊരു മാർഗമേ തന്നിട്ടുള്ളൂ, കണ്ണിൽ നിന്ന് വെള്ളമൊഴുക്കുക. പക്ഷേ ഈ കണ്ണിനും മൂക്കിനും കൂടി സൃഷ്ടിയിൽ പറ്റിയൊരു അബദ്ധമാണ്. കണ്ണിനും മൂക്കിനും ഒരു ഗേറ്റേ ഉള്ളൂ. കണ്ണിൻ്റെ ഗേറ്റ് തുറക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി മൂക്കിലൂടെയും വെള്ളം വരും. ഈ ശബ്ദമാണ് നമ്മൾ നാട്ടുകാർ അറിയിക്കുന്ന കരയുന്നുണ്ടെന്ന്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റാണ് പാഷണൽ ക്വസ്റ്റ്യൻ. ഇതിൻ്റെ കുറവാണ് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയ പ്രശ്നം. എന്താ ഈ പാഷണൽ ക്വസ്റ്റ്യൻ? മനുഷ്യനാണെങ്കിൽ ആർദ്രത വേണ്ടേ? അനുഭൂതി, ആനന്ദം, നിർവൃതി, സൗന്ദര്യബോധം, ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട നൃത്തമില്ലേ, ആ നൃത്തത്തിൻ്റെ ആ താളവും മറ്റൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ നെഞ്ചിൽ ഉലാവുന്നു നിത്യനിർമ്മല പൗർണമി. എന്തോ ഒരു ആനന്ദം അനുഭവിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഉടനെ നിങ്ങൾ മനസ്സിലാക്കുക, റേഷൻ കാർഡ് എന്ന് പേര് കുത്തുക, എന്നിട്ട് ആലയിൽ പോയി കിടക്കുക. മനുഷ്യരായി പരിഗണിക്കാൻ പറ്റില്ല. ഇത് ഒരു പുഞ്ചിരി കാണുമ്പോൾ, ഒരു കുഞ്ഞിൻ്റെ പുഞ്ചിരി കാണുമ്പോൾ, സൂര്യൻ ഉദിച്ചു വരുമ്പോൾ സൂര്യകിരണങ്ങൾ തഴുകിക്കൊണ്ട് പുല്ലിൻ തുമ്പിൻ്റെ മൂർധാവിലുള്ള തുഷാരബിന്ദുക്കൾ വദനം ചുവന്നു വരുന്നത് കണ്ടിട്ട് ആസ്വദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ പോത്തായിട്ട് ജനിച്ചാ പോരെ? ഉഷാകിരണങ്ങൾ പുൽകി പുൽകി തുഷാരബിന്ദുവിൻ വദനം ചുവന്നു, പകലിൻ മാറിൽ ദിനകര കരങ്ങൾ പവിഴമാലികകൾ അണിഞ്ഞു എന്ന പാട്ട് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി നമ്മുടെ മക്കൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അവരുടെ ജന്മം പോയി. ആ അനുഭൂതിയിലേക്ക് കൊണ്ടുകൊടുക്ക്, അതിലേക്ക് നയിക്ക്. പാഷൻ വേണം അവർക്ക്. അതിനുവേണ്ടിയാണ് മനുഷ്യനുണ്ടായത്. മനുഷ്യനും ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ് കാമവികാരമുണ്ടായിരുന്നു. പക്ഷെ കാമവികാരത്തെ സുന്ദരമായ പ്രണയമാക്കാനാണ് മനുഷ്യനുണ്ടായത്. നിന്നെ അണിയിക്കാൻ താമര നൂലിനാൽ ഞാനൊരു പൂത്താലി തീർത്തു വച്ചു, നീ വരുവോളവും വാടാതിരിക്കാനായി ഞാനതെടുത്തു വച്ചു, എൻ്റെ നെഞ്ചിലെടുത്തു വച്ചു എന്ന് പാടാൻ പട്ടിക്കും പശുവിനും ആവില്ല, നമുക്കേ പറ്റൂ. ആ ആർദ്രതയാണ് നമ്മൾ മനുഷ്യരാക്കിയത്. ഒരു കാറ്റത്ത് മുളങ്കാൾ ആടി ഒലയുന്നത് കണ്ടിട്ട് ഇല്ലിക്കാടടിമുടിയുലയണ കലപില പോലെ എന്ന് പാടാൻ, വിരിഞ്ഞു നിൽക്കുന്ന പൂവിനെ കുറിച്ചും വീണ് കിടക്കുന്ന പൂവിനെ കുറിച്ചും പാട്ടുപാടാൻ കഴിയുന്നില്ല. പിന്നെ നമ്മളെന്ത് മനുഷ്യൻ? പാഷണൽ ക്വഷ്യന്റ്. അതിൻ്റെ ഞാനൊരു ഒറ്റ ഉദാഹരണം പറയാം. ഒരു വാക്ക് പാഷണൽ ക്വഷ്യന്റിൽ ഒരു കുട്ടി പഠിക്കുന്നതിന് ഒരു ഉദാഹരണം. ചോറ് വെന്തോ നോക്കാൻ സംസ്കൃതത്തിൽ ഒരു ന്യായമുണ്ട്. ആ ന്യായത്തിൻ്റെ പേര് സ്ഥാലി പുലാകൻ ന്യായം എന്നാണ്. ചോറ് വെന്തോ നോക്കുന്ന ന്യായം. കലത്തിലെ മുഴുവൻ വറ്റും പിടിച്ചു നോക്കണ്ടല്ലോ, 1 or 2 വറ്റ് പിടിച്ചാൽ മൊത്തം ചോറിൻ്റെ പൂവ് മനസ്സിലാവും. ഒരു വാക്ക് മാത്രം ഞാനിവിടെ പാഷണൽ ക്വഷ്യന്റും ആക്കിയിട്ട് മാറ്റിത്തരാം. ആ വാക്ക് നിങ്ങൾ പറയണം. ഞാൻ നിർദ്ദേശം തരാം ഏത് വാക്കായിരിക്കണമെന്ന്. ലോകത്തിൽ ഏറ്റവും സുന്ദരമായ വാക്ക് ഏതാണ്? നിങ്ങൾ പറയൂ. ലോകത്തിൽ ഏറ്റവും സുന്ദരമായ വാക്ക് ഏതാണ്? വിളിച്ചു പറയാം. അമ്മ എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ശബ്ദവോട്ടോടെ അംഗീകരിക്കാം, കൈയടിക്കാം. അത് അംഗീകരിക്കുന്നവർ. ലോകത്തിലെ ഏറ്റവും സുന്ദരമായ വാക്ക് അമ്മ. എന്നാൽ പിന്നെ അമ്മ എടുക്കാം നമുക്ക്, അല്ലേ? എന്താണ് അമ്മ? പുതിയ കുട്ടികളോട് അമ്മ എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ ഗൂഗിളിൽ തപ്പി ഡിക്ഷണറി എടുത്തു. വാട്ട് ഈസ് അമ്മ? അമ്മ ഈസ് ഗർഭം ധരിച്ചവൾ, പ്രസവിച്ചവൾ, മുലയൂട്ടിയവൾ. അമ്മ. ഇതാണ് എക്സാക്സിസാ, ഉപരിപ്ലവമായ അർത്ഥമാണത്. അതിങ്ങനെ മാത്രം പഠിച്ചാൽ മൈനസാണ്, പ്ലസ് ആവില്ല. അത് മൈനസായത് അതുകൊണ്ടാണ് അമ്മയെ കൊണ്ടുപോയിട്ട് വൃദ്ധമന്ദിരത്തിൽ മൈനസാക്കുന്നത്. അതിൻ്റെ ആഴം പഠിപ്പിച്ചിട്ടുണ്ടോ? അമ്മ എന്ന പദത്തിൻ്റെ ആഴം ഒന്ന് നോക്കാം നമുക്ക്. അമ്മയെന്ന് പറഞ്ഞാൽ എന്താ? ലോകത്തിൽ ഏറ്റവും ആർദ്രമായ പാട്ടുകൾ താരാട്ട് പാട്ടുകളാണ്. തൻ്റെ കുട്ടി ഉറക്കുന്ന പാട്ടുകൾ. ആ പാട്ടുകൾ കണ്ടുപിടിച്ച ഫോണറ്റിക്സ് ഉണ്ടാകുന്നതിന് മുമ്പ് അമ്മമാര് കണ്ടുപിടിച്ച ഒരു ഫോണറ്റിക്സ് ഉണ്ട്, അറിയാമോ?
സ്വനശാസ്ത്രം ഉണ്ടാകുന്നതിന് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അമ്മമാര് കണ്ടുപിടിച്ച ഒരു സ്വനശാസ്ത്രമുണ്ട്. എന്താണ്? കുട്ടിയെ താരാട്ടുപാട്ടി ഉറക്കുമ്പോ സ്വരങ്ങൾ മാത്രം കുട്ടിക്ക് പോരാ,